ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെക്ഷൻ തുടങ്ങാൻ കുറച്ച് ലേറ്റായത്. ഓക്കെ അല്ല, വോയിസ് ഓക്കെ എല്ലാവർക്കും? ആൾക്കാർ ജോയിൻ ചെയ്യാനുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. വോയിസ് ഓക്കെ ആണല്ലോ? ചാറ്റിൽ വരാം. ലോട്ട് സൈസ് 0.2 ആണ് ലോട്ട് സൈസ് എടുക്കേണ്ടത്. ലോട്ട് സൈസ് 0.2 അവിടെ പ്ലേസ് ചെയ്യാം. 0.2 ലോട്ട് സൈസ് 0.2 ആണ് ലോട്ട് സൈസ് കീപ്പ് ചെയ്യേണ്ടത്. $2 മാക്സിമം $3 ആണ് നമുക്ക് ഈ ഒരു ട്രേഡിൽ കീപ്പ് ചെയ്യേണ്ടത്. മാക്സിമം 3 കീപ്പ് ചെയ്താൽ മതി. സ്റ്റാർട്ടിങ് അല്ല, മാക്സിമം $3. ഓക്കെ, $3 മാക്സിമം ആണ്. $3 അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഈ ട്രേഡിൽ അറ്റംപ്റ്റ് ചെയ്യുക. ഇന്നത്തെ ടാർഗറ്റ് 5 അല്ല 5.7 ഉണ്ടെങ്കിൽ ഫുൾ ടാർഗറ്റ് വെയിറ്റ് ചെയ്യാം, നമുക്ക് കുഴപ്പമില്ല. അപ്പം നമുക്ക് ടാലി ആവും. ഇന്നത്തെ ടാർഗറ്റ് ഇത് ടാലി ആവും, ഫുള്ള് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ. ഇന്നലെ ജോയിൻ ചെയ്തവർക്ക് ഇന്ന് രണ്ടാമത്തെ സെക്ഷനാണ് നമ്മളെ റൈറ്റ് സൈഡ് ബോക്സ് സെറ്റപ്പാണ്. മനസ്സിലായിട്ടില്ല. റൈറ്റ് സൈഡ് ബോക്സ് എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് എൻട്രിയുടെ പ്ലേസ് ഇന്നലെ അറിയുന്ന ആദ്യം എന്നാൽ കൈ എൻട്രി എടുത്തുകൊണ്ട് അവിടെ നിൽക്കുക, വെയിറ്റ് ചെയ്യുക. അറിയാത്തവർക്ക് പുതിയതായി ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓൾറെഡി ആക്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സിസ്റ്റത്തിൻ്റെ. നിങ്ങൾ ഇൻഡിക്കേറ്ററിൽ പോയതിന് ശേഷം ഇവിടെ ഇൻവൈറ്റ് ഓൺലി എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് ആ സിസ്റ്റം വന്നിട്ടുണ്ടാവും. അത് ആദ്യം നിങ്ങളെ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ആ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്ട്രോങ് ഈ ഒരു എൻട്രി വരുന്നത് എന്ന് പറയുന്നത് 50% കൺഫർമേഷനിലാണ് ഈ ഒരു എൻട്രി ഇവിടെ മാർക്കറ്റിൽ പ്ലേസ് ആയി വരുന്നത്. 50% കൺഫർമേഷനിലാണ് ഒരു എൻട്രി ഇവിടെ എന്നാണത് മാർക്കറ്റിൽ പ്ലേസ് ആകുന്നത്. ഓക്കെ, നമ്പർ 1. ബാക്കിയുള്ള 50 നമുക്ക് ഈ ബോക്സിൽ നിന്നാണ് കൺഫർമേഷൻ എടുക്കേണ്ടത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ എൻട്രി പ്ലേസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ 10/2 ആണ്. 2% റിസ്ക് മാക്സിമം കീപ്പ് ചെയ്യുന്ന ഒരാൾ ഈ എൻട്രി എന്നാക്കുക പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ മാർക്കറ്റ് കണ്ടീഷൻ ബെയറിഷ് ആണ്. ട്രെൻഡ് മാത്രമേ കോൺഫ്ലിക്റ്റ് ഉള്ളൂ. വോളിയം പ്രഷർ ഓക്കെ പോസിറ്റീവാണ്. ബാക്കിയൊക്കെ കാര്യങ്ങൾ നമുക്ക് ബിയറിഷിലേക്ക് വേണ്ട പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ ഞാൻ തരും, എല്ലാവർക്കും ഉണ്ട്, അയച്ചു കൊടുത്തിട്ടുണ്ട്. പുതിയതായി ജോയിൻ ചെയ്ത ആൾക്കാർ ഇതിലുണ്ടാവും. ഓക്കെ, പുതിയതായി ജോയിൻ ചെയ്ത ആൾ കണ്ടിന്യൂ ചെയ്യുക, കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, അത് ക്ലിയർ ആവും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എൻട്രി എടുക്കേണ്ടത് ഈ പോയിന്റിന് എൻട്രി എടുത്തില്ല. എല്ലാവരും എൻട്രി എടുത്ത ആൾക്കാരൊക്കെ ഒന്ന് കാര്യങ്ങൾ ചാറ്റിൽ വരാം. ഈ എൻട്രി എടുത്ത ആൾക്കാർ ചാറ്റിൽ വരാം. മനസ്സിലാവാത്തവർക്കൊക്കെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരും, കുഴപ്പമൊന്നുമില്ല. ഈ എൻട്രി എടുത്ത ആൾക്കാർക്ക് ചാറ്റിലൊന്ന് ആക്റ്റീവ് ആവാം. എത്ര ആൾക്കാർ എൻട്രി എടുത്തിട്ടുണ്ട് നിലവിൽ? ലോട്ട്സ് SL ലോട്ട് സൈസ് 6 ആവൂല. SL ഇല്ല, ലോട്ട് സൈസ് എടുത്തതിൽ പ്രശ്നം ഉണ്ടാവും. ലോട്ട് സൈസ് കീപ്പ് ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. ലോട്ട് സൈസ് എടുത്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും അവിടെ. 0.2 ആണ് ലോട്ട്. ഇതാ ലോട്ട് സൈസ് എടുത്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അത് നമുക്ക് ടാലി ആക്കാം, കുഴപ്പമില്ല. എല്ലാവരും എന്നാക്കാം ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക. സെക്ഷൻ അവിടെ തുടങ്ങിയിട്ടുണ്ട്, ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക. എല്ലാവരും ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക. ബാക്കിയൊക്കെ ഡൗട്ട് 1 to 1 ആയിട്ട് ക്ലിയർ ചെയ്യുക. എല്ലാവരും അങ്ങോട്ട് ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക.
എല്ലാവരും ഒന്ന് ലിങ്കിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക എല്ലാവരെയും. ഓക്കെ, എല്ലാവരും ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാൻ പറയാം. എല്ലാവരും ലിങ്കിലേക്ക് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് സെക്ഷൻ. നമ്മൾ ഇന്നത്തെ ഇതില് പുതിയ ആൾക്കാർ എത്ര ആൾക്കാരുണ്ട് ഒന്ന് ന്യൂ എന്ന് പറഞ്ഞിട്ട് ചാറ്റിൽ വരാം. ഇന്നലത്തെ സെക്ഷനിൽ ജോയിൻ ചെയ്യാത്തവർ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചാറ്റിലേക്ക് എന്നാക്കാം വരാം. 0.0 ഓക്കെ ന്യൂ ഒന്ന്. ഓക്കെ, ചാറ്റിൽ വരാം. ഓക്കെ, കുറേ ആൾക്കാർ, കുറച്ച് ന്യൂ ആൾക്കാരുണ്ട്. ഓക്കെ, ന്യൂ ആൾക്കാർക്ക് കാര്യങ്ങൾ MT5 ട്രേഡിംഗ് വ്യൂവിലാണ്. MT5 എടുക്കേണ്ടത് ട്രേഡിംഗ് വ്യൂവിലാണ് സിസ്റ്റം കീപ്പ് ചെയ്യേണ്ടത്. MT5 ട്രേഡിംഗ് വ്യൂ ആണ്. ഇന്നലെ നമ്മൾ ജോയിൻ ചെയ്ത ആൾക്കാർ, നമ്മുടെ ടീമിനൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇന്നലത്തെ ബാച്ചിൽ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടാവും. ഇന്നത്തെ ബാച്ചിൽ പുതിയ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരും എന്താണ് എങ്ങനെയാണെന്നുള്ളത്. പുതിയ ആൾക്കാർക്കൊക്കെ നേരെ നിങ്ങൾ ആദ്യം ചാർട്ടിൽ നേരെ ഇൻഡിക്കേറ്ററിൽ പോവാം. അവിടെ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടാവില്ല. ഈ സിസ്റ്റം അവിടെ സോഫ്റ്റ്വെയർ ഉണ്ടാവില്ല, ഇതേപോലെ ഉണ്ടാവില്ല. നിങ്ങൾ നേരെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോവാം. ഇൻവൈറ്റ് ഓൺലിയിൽ പോയിട്ട് എന്നാക്കാം അവിടെ ആഡ് ചെയ്യാം. ഇതവിടെ ഇൻവൈറ്റ് ഓൺലിയിൽ വന്നിട്ടുണ്ടാവും. അത് ആദ്യം നിങ്ങളത് ആഡ് ചെയ്യുക. സിസ്റ്റം നിങ്ങൾ ആദ്യം ആഡ് ചെയ്യുക. ഹലോ എങ്ങനെ സെക്ഷനിലാണ്. ഹലോ പറഞ്ഞ എവിടെ തുടങ്ങിയത്ര? ഇപ്പൊ 9 മണിക്ക് തുടങ്ങുന്നത്ര. ഓക്കെ, ആദ്യം നിങ്ങൾ ടൂള് ആഡ് ചെയ്യുക. ആദ്യം നിങ്ങൾ എന്നാക്കുക ടൂള് എല്ലാവരും ആഡ് ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സിൽ പോവാം. അവിടെ ഇൻവൈറ്റ് ഓൺലിയിൽ വന്നിട്ടുണ്ടാവും. ടൂള് ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക എല്ലാവരും. പുതിയതായി വന്ന ആൾക്കാർക്കാണ്. ഇന്നലെ വന്നവരൊക്കെ ഈ എൻട്രി എടുക്കുക. ഇന്നലെ വന്ന ആൾക്കാർ മുഴുവൻ, ഇന്നലെ ജോയിൻ ചെയ്തവർ മുഴുവൻ എന്നാക്കുക ട്രെയിനിങ് ഫസ്റ്റ് കംപ്ലീറ്റ് എല്ലാവരും എന്നാക്കുക ഈ എൻട്രി പ്ലേസ് ചെയ്യാം. ഇവിടെ നിന്ന് ഈ എൻട്രി നമ്മുടെ ഇന്നലത്തെ അക്കൗണ്ടിൽ ഈ എൻട്രി ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യാം. ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റിൽ നിന്ന് എൻട്രി പ്ലേസ് ചെയ്യുക. ഇന്നലെ ജോയിൻ ചെയ്തവർ ഇവിടെ നിന്ന് എൻട്രി എടുക്കുക. ഇന്ന് ജോയിൻ ചെയ്തവർ അതേപോലെ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു $100 ഒരു അക്കൗണ്ട്, പെപ്പർ ട്രേഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. മസ്റ്റായിട്ടും ഒരു അക്കൗണ്ട് എന്നാക്കുക ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ പോയതിനു ശേഷം ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അവിടെ പേര് കൊടുക്കുക, നിങ്ങൾ പേര് കൊടുക്കുക. എന്നിട്ട് എന്നാക്കുക അവിടെ നിങ്ങൾ എന്നാക്കുക ഒരു $100 ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പുതിയതായി ജോയിൻ ചെയ്തവർക്കാണ് പറയുന്നത്. ഓൾറെഡി ഇന്നലത്തെ സെക്ഷൻ ജോയിൻ ചെയ്തവർ ഈ ട്രേഡ് എടുക്കാം. ഓക്കെ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അതേപോലെ ഇൻഡിക്കേറ്റർ ആഡ് ആക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ ചാർട്ട് ടൈപ്പിൽ ഹൈക്കനാഷിലേക്ക് മാറ്റണം. പുതിയ ആൾക്കാർക്കാണ്. ചാർട്ട് എന്നാക്കുക ഹൈക്കനാഷ് ക്യാൻഡിൽസിലേക്ക് മാറ്റണം. അതേപോലെ 5 മിനിറ്റ് ടൈം ഫ്രെയിം എടുക്കേണ്ടത് 5 മിനിറ്റ് ആണ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചാറ്റിൽ മാത്രമേ ചോദിക്കാൻ പറ്റൂ. ചാറ്റിൽ ചോദിക്കാം. മൈക്ക് ഓപ്പൺ ആക്കി തരും. മൈക്ക് ഇപ്പോൾ ഓപ്പൺ ആക്കാത്തത് ഫസ്റ്റ് എന്ത് കായിട്ട്, അതായത് ഇന്നലത്തെ ആൾക്കാർ, ഇന്നലെ വന്നവരൊക്കെ എൻട്രി എടുക്കാം. മൈക്ക് ഞാൻ ഓപ്പൺ ആക്കും. പുതിയവർക്ക് എല്ലാവർക്കും ഡൗട്ട് ചോദിക്കാനുള്ള സെക്ഷൻ മൈക്ക് ഓപ്പൺ ആക്കി തരും.
ചാറ്റിൽ വരാം കാര്യം ചാറ്റിൽ ചോദിക്കാം, എന്താണ് ഡൗട്ട്സ്, എന്താണ് കാര്യങ്ങൾ ചോദിക്കാം. പുതിയ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒന്ന് കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തോ, ടൂള് ഇൻസ്റ്റാൾ ചെയ്തോ എന്നുള്ളതൊന്ന് പറയാം. നമ്മൾ ഇന്നലത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് ഈ പൊസിഷനിൽ എൻട്രി പ്ലേസ് ചെയ്യാം. $2 മാക്സിമം $3 റിസ്ക് കീപ്പ് ചെയ്തുകൊണ്ട് ഇന്നത്തെ റിസ്ക് കീപ്പ് ചെയ്യുക. നമ്മുടെ ടാർഗറ്റ് ഇന്ന് $5 ആണ്. ഓക്കെ, TP3 വരെ ടാർഗറ്റ് കീപ്പ് ചെയ്യുക. ഈ ഒരു എൻട്രി എടുക്കാം. ഓക്കെ, കൈ പൊന്തിക്കുന്നുണ്ട്. കൈ പൊന്തിച്ച് കഴിഞ്ഞാൽ മൈക്ക് ഓപ്പൺ ആക്കാം. എവിടെയാണ് എടുക്കേണ്ടത്? നൗ സെല്ലാണോ? യെസ്, സെല്ലാണ് എടുക്കേണ്ടത്. സെൽ എൻട്രി ആണ് എടുക്കേണ്ടത്. സെൽ എൻട്രി ആണ് പ്ലേസ് ചെയ്യേണ്ടത്. യെസ്, സെൽ എൻട്രി ആണ് എടുക്കേണ്ടത്. ഡെമോ അക്കൗണ്ടിൽ $100 സെൽ എൻട്രി ആണ് എടുക്കേണ്ടത്. അക്കൗണ്ട് ക്രിയേഷൻ സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ പേപ്പർ ട്രേഡ് കണക്ട് ആക്കി കഴിഞ്ഞാൽ ഇവിടെ താഴെ അതിന്റെ ഓപ്പൺ പാനൽ കാണിക്കും. താഴെ ഡൗണിൽ ഓപ്പൺ പാനലിലേക്ക് പോവാ. അവിടെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട്, അവിടെ പോവാ, ഒരു പേര് കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഇത് 100 ആക്കുക. ഈ 1 lakh എന്നുള്ളത് 100 ആക്കിയിട്ട് അവിടെ നേരെ ക്രിയേറ്റ് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യണ്ട, നേരെ ക്രിയേറ്റ് കൊടുക്കുക. ഇപ്പൊ പുതിയതായി വന്നവരോടെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നേരെ ഓക്കെ, ഡൗട്ടുകൾ നിങ്ങൾ മെസ്സേജിൽ തന്നെ ചോദിക്കുക. ട്രേഡിംഗ് വ്യൂവിലാണ് സെൽ എൻട്രി ആണ്. പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങളിപ്പം അവിടെ നിന്ന് എൻട്രി എന്നാക്കുക. അവിടുന്ന് ഒരു സെൽ എൻട്രി പ്ലേസ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്നൊരു ഡെമോയിൽ നിങ്ങൾക്ക് സെൽ എൻട്രി, അതായത് ഇപ്പോൾ ഇവിടെ എൻട്രി വന്നു. ഒരു എൻട്രി വരുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഒരു എൻട്രി വരാമെന്ന് പറയുന്നത് 50% കൺഫർമേഷൻ ഈ ഒരു എൻട്രിയിൽ വന്നു. 50% കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഈ ഒരു എൻട്രി പ്ലേസ് ആവുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് 100, അതായത് നമുക്ക് ഓൾറെഡി ഒരു എൻട്രി ഇവിടെ സെൽ എൻട്രി വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 50% കൺഫർമേഷൻ ആ എൻട്രിക്ക് ഉണ്ട്. ബാക്കി നമുക്കൊരു 85% ആണ് കൺഫർമേഷൻ കിട്ടേണ്ടത്. ബാക്കിയുള്ള 35% കൺഫർമേഷൻ എടുക്കാനാണ് നമ്മൾ ഈ ഡാറ്റ ബോക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പം എന്താണ് മാർക്കറ്റ്, ഇവിടെ ഏറെ ബിയറിഷ് ആണ് മാർക്കറ്റ് കണ്ടീഷൻ ഉള്ളത്, കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, ട്രെൻഡ് കോൺഫ്ലിക്റ്റ്, അതായത് 5 മിനിറ്റും 50 മിനിറ്റാണ് അലൈൻഡ് ആവേണ്ടത്. നമ്മൾ 50 മിനിറ്റിൽ പോകുന്ന സമയം ഇവിടെയൊക്കെ മാർക്കറ്റ് എക്സിറ്റ് ആയിട്ടുണ്ട്, ഡൗൺ ട്രെൻഡിലേക്ക് ഇറങ്ങാതെ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റ് അലൈൻഡ് ആണ്, രണ്ട് മാർക്കറ്റ്. ഇവിടെ ഉള്ളത് എന്താണ്? റിസ്ക് സ്കോർ 10/2 ആണ്. ഈ ഒരു ട്രേഡിന്റെ റിസ്ക് എന്ന് പറയുന്നത് 2% ആണ്. അവിടെ മാക്സിമം നമുക്ക് 3% എടുക്കാൻ പറ്റും. സെഡ് സ്കോർ, മാർക്കറ്റിന്റെ കണ്ടീഷൻ ഡൗണിലേക്ക്, സെഡ് സ്കോർ ഇപ്പം നല്ല മൈനസിലേക്കാണ്. കണ്ടീഷൻ ഓക്കെ ആണ്, ഡൗൺ ട്രെൻഡിലേക്ക് തന്നെയാണ് കണ്ടീഷൻ വരുന്നത്. ഓക്കെ, ട്രാപ്പ് ചെക്ക് വാലിഡ് ആണ്, ഒരു ട്രാപ്പും ഇല്ല. റൈസിങ് റിസ്ക് ആണ് മാർക്കറ്റ് എന്തായാലും മേലേക്ക് പോകില്ല. കണ്ടീഷൻ കാര്യങ്ങൾ ഈ ബോക്സിന്റെ യൂസർ മാനുവൽ ഞാൻ നിങ്ങൾക്ക് തരും. ഓരോരുത്തർക്കും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, ഒരു 5 ദിവസം കൊണ്ട് നമുക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ട്രേഡിംഗിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാത്തവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഈ ട്രേഡിംഗിന്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ, ലാപ്ടോപ്പിൽ ചെയ്യുന്നവർക്കൊന്നും കൂടി പെട്ടെന്ന് കാര്യങ്ങൾ എന്താക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. SL വെക്കാന്ന് പറയുന്നത് 2%, ക്യാപിറ്റലിന്റെ 2% ആണ് SL കീപ്പ് ചെയ്യേണ്ടത്. SL വെക്കാന്ന് പറയുന്നത് 2%. പ്രൈസ് അവിടെ ഇവിടെ കൺഫേം എന്ന് പറയുന്നത് എൻട്രി അവിടെ ഓൾറെഡി വന്നില്ലേ. എൻട്രി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻട്രി നിങ്ങൾ എടുക്കുന്ന സമയം 0.1 അല്ലെങ്കിൽ 0.2 തന്നെ ഇടണം $100. അതല്ലെങ്കിൽ എൻട്രി കിട്ടൂല. ഞാൻ ഒരു ഡെമോ അക്കൗണ്ടും കൂടി ക്രിയേറ്റ് ആക്കിയിട്ട് ഞാൻ അവിടുന്ന് ഓൾറെഡി ആ എൻട്രി പാസ്സായി. അതാണ് പ്രശ്നം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ എൻട്രി അവിടെ പാസ്സായിട്ടുണ്ട്. ഇനി ആ എൻട്രി പ്ലേസ് ചെയ്യണ്ട. ഇനി ഈ എൻട്രി പ്ലേസ് ചെയ്തുകൂടാ. ഇനിയിപ്പോൾ ഇവിടുന്ന് എടുക്കുന്നെങ്കിൽ എടുത്ത് ഹോൾഡ് ചെയ്യേണ്ടി വരും. ഞാനത് കാണിച്ചു തരാം.
ഇത് ഞാൻ എടുക്കുന്ന സിസ്റ്റമാണ് നിങ്ങൾക്ക് ഇത്രയും ഈസി ആയിട്ട് കാണിച്ചു തരുന്നത്. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കാം. ഞാൻ മൈക്ക് ഓപ്പൺ ആക്കുന്നുണ്ട്. മൈക്ക് ഓപ്പൺ ആക്കിയാൽ ഓരോരുത്തരും ഒന്നാക്കാം കാര്യങ്ങൾ പറയാം. ഓക്കെ, ഞാൻ മൈക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ചോദിക്കാം. ഈ സ്ട്രോങ് സെല്ലിന്റെ അവിടെ നിന്നാണ് നമ്മൾ കൺഫർമേഷൻ കിട്ടുക. ഈ സ്ട്രോങ് സെൽ നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ വരുന്ന സമയം ഓൾറെഡി ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി വന്ന് ഇവിടെ എത്തിന് മാർക്കറ്റ്. സ്ട്രോങ് സെല്ലൊന്നല്ല ഇത്. ഇവിടുന്ന് സ്ട്രോങ് സെല്ല് വന്നത് ഓൾമോസ്റ്റ് ഓക്കെ. സ്ട്രോങ് സെല്ല് ഓൾറെഡി വന്നത് നമുക്ക് ടൈം എന്ന് പറയുന്നത് 7:30 വന്നതാണ്. 7:30 വന്ന സ്ട്രോങ് സെല്ലാണ്. നമ്മൾ എൻട്രി എടുക്കുന്നത് 8:45 എൻട്രി എടുക്കുന്നത്. ഓക്കെ, നമ്മൾ മാർക്കറ്റിൽ നോക്കുന്ന സമയം ഇവിടെയാണ് മാർക്കറ്റ് ഉള്ളത്. ഒരു സപ്പോർട്ടൊക്കെ എടുത്ത് വന്ന് ഇവിടെ ഉണ്ട്. അത്ര ആ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി എടുത്തു. ഓക്കെ, ഇതിപ്പം പ്രൈസ് വന്നത് എൻട്രി പ്രൈസ് ഇതാണ്. ഇവിടെ നിന്നാണ് എൻട്രി. ഞാൻ എൻട്രി പോയിന്റ് മാർക്ക് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് தெரியும். പോയിന്റും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ എളുപ്പമായിരിക്കും നോക്കാൻ. ഓക്കെ, പോയിന്റ് വരുന്നത് 43.91 എൻട്രി. ഇതാണ് 43.91 എൻട്രി. ഇതാണ് പ്രൈസ്. ഈ പോയിന്റ് അവരുടെ ചിഹ്നം കാണിക്കുന്നത് അതാണോ? യെസ്, ഇവിടെ ഈ എൻട്രി ഇത് കണ്ട ചിഹ്നം ഇവിടെയാണ്. ഈ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുത്തത്. 8:50 ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അവിടെ ചിഹ്നം വരുമ്പോഴാണ് നമ്മള് എൻട്രി കൺഫർമേഷൻ. ഇല്ല, ചിഹ്നം അത് എൻട്രി എടുത്തേരം വന്ന ചിഹ്നമാണ്. നിങ്ങൾ അതായത് ചിഹ്നം വരുത്തും. ഈ സെല്ല് വന്നാൽ തന്നെ എൻട്രി എടുക്കാം. നിങ്ങൾ ആദ്യം ഒന്നും കൂടി ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു സെൽ എൻട്രി ഇവിടെ വരണമെങ്കിൽ 50% കൺഫർമേഷൻ ഉണ്ടെങ്കിൽ വരും. 50% കൺഫർമേഷൻ ഉണ്ടെങ്കിലാണ് ഒരു സെൽ എൻട്രി എന്നാക്കുന്നത് അവിടെ ഫോം ചെയ്ത് വരുന്നത്. അത് ക്ലിയർ ആയല്ലോ? വെറുതെ ഒരു സെൽ എൻട്രി വരില്ല. ഒരു ഇതിന്റെ ബാക്കിൽ നമ്മളൊരു സ്ട്രാറ്റജി റണ്ണിങ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 500+ സ്ട്രാറ്റജീസ് റണ്ണിങ് ഉണ്ട് ഇതിന്റെ ബാക്ക് എൻഡിൽ. അപ്പൊ ഇവിടെ ഒരു എൻട്രി വരണമെങ്കിൽ അത്രയും കാര്യങ്ങൾ ബാക്ക് എൻഡിൽ ഡാറ്റ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാല് ഒരു സ്ട്രോങ് സെല്ല് എന്ന് പറഞ്ഞിട്ട് വരും. ഈ ഒരു എൻട്രിക്ക് 50% കൺഫർമേഷൻ ഉണ്ട്. 50-50. ബാക്കിയുള്ള 50% കൺഫർമേഷൻ നമ്മൾ ഈ ഡാറ്റ ബോക്സിൽ നിന്നാണ് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇവിടെ സ്ട്രോങ് വന്നു ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നമ്മൾ വരും. ഇപ്പോൾ ഇവിടെ വന്ന ഈ സ്ട്രോങ് ബൈ, ഇതിപ്പോൾ റോക്കറ്റ് ഒരു ടീം മാർക്കറ്റ് എൻട്രി ആയി. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ എക്സിറ്റ് ആയിട്ടുണ്ട്. ഹ്യൂജ് എൻട്രി ചെയ്യാൻ കാരണം എന്താണ്? എവിടുന്നാണ് ഈ 8:50 മറ്റേ പുതിയ എൻട്രി ചെയ്യാൻ കാരണം എന്താ? 8:50 അവിടുന്ന് എൻട്രി ആവാനുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഇതിൽ ഓൾറെഡി എന്താണ്, എനിക്ക് ഓൾറെഡി ഒരു 25% കൺഫർമേഷൻ എനിക്ക് ഇവിടെ കിട്ടി. ഇത് മാർക്കറ്റ് ക്രാഷ് ആവല്ലേ, ഇതിപ്പം ട്രേഡ് കംപ്ലീറ്റ് ആവും. അല്ല അതെന്താണ്? അല്ല അതിനൊരു കാരണം, റീസൺ എന്താണ്? ഒന്ന് അതായത് ഈ ഒരു ബോക്സിൽ വരുന്നതാണ് ഡാറ്റ ബോക്സ്. ഇതിൽ ബിയറിഷ് മാർക്കറ്റ് സ്റ്റാറ്റസ്, HTF ട്രെൻഡ്, മാർക്കറ്റ് ഇപ്പോൾ ന്യൂട്രലാണ്, STA ആക്ഷൻ, റീറ്റെയിൽ ഫ്ലോ ആണ്, വോളിയം പ്രഷർ ഓക്കെ പോസിറ്റീവ് ആണ്. ഇതൊക്കെ ബിയറിഷിലേക്ക് വരുമ്പോഴാണ് ഈ സിസ്റ്റം ഉണ്ടാവല്. ഇതിൽ നിന്നാണ് ബാക്കി നമുക്കൊരു 35% കൺഫർമേഷൻ കിട്ടേണ്ടത്. 35%. അതും കൂടി ഓൾറെഡി മാർക്കറ്റിൽ ഞാൻ എൻ്റർ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ചോദിച്ചത്? എന്തായിരുന്നു ആ ടൈമില്? നമ്മൾ ആ ടൈമിലും സെയിം കണ്ടീഷൻ തന്നെയാണ്. അതായത് ഒന്ന് ബിയറിഷ് മാർക്കറ്റ് തന്നെയാണ് ഉണ്ടായത്. മാർക്കറ്റ് സ്റ്റാറ്റസ് എന്താണ്? ബിയറിഷ് തന്നെയാണ്. ഇത് ന്യൂട്രലാണ്. അത് ഇത് ന്യൂട്രലാണ്. ഇവിടെ ബിയറിഷിലൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരും. ന്യൂട്രലാണ്, കുഴപ്പമില്ല. STA ആക്ഷൻ, റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്, റീറ്റെയിൽ ഫ്ലോ ആണ് മാർക്കറ്റ് ഉള്ളത്. അവിടെ INS എക്സിറ്റ് ആണെങ്കിൽ ഒന്നും കൂടി പോസിറ്റീവ് ആണ്, മാർക്കറ്റ് ഒന്ന് എക്സിറ്റ് ആവും. അതിന്റെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ?
മറ്റേ നമ്മള് ബൈ എടുക്കുമ്പോഴും സെൽ എടുക്കണ്ടേലും ഏത് രീതിയിലാണ് ആ ബോക്സ് വരേണ്ടത് എന്നുള്ളത് അതിന്റെ ഒരു മോഡല് ഉണ്ട്, പി ഡി എഫ് ഉണ്ട്, പി ഡി എഫ് അല്ല, അതിന്റെ ഒരു ബോക്സിന്റെ ഒരു മോഡല് ആ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും, ഒരു സ്ക്രീൻഷോട്ട് ആയിട്ട്. എങ്ങനെയാണ് മനസ്സിലായിട്ടില്ല. നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ആ കമ്മ്യൂണിറ്റിയില് നമ്മൾ എങ്ങനെ വേണ്ടതില്ല PDF ഒരുപാടില്ലേ, അതിൽ എങ്ങനെ വേണ്ട വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട്, ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട്, ഇതിലിപ്പോ ആകെ 8-10 ഇതല്ലേ ഉള്ളൂ, അതുപോലെ അത് ഞാൻ പറഞ്ഞുതരാം. ഇതില് പല കാര്യങ്ങളും മാറും. ഇവിടെ ബുൾ ട്രാപ്പ് വരാനുണ്ട്, ബിയർ ട്രാപ്പ് വരാനുണ്ട്, ഇവിടെ പല കാര്യങ്ങളും ഇതിൽ മാറാനുണ്ട്. ഓരോന്നും പഠിക്കണം. ഓരോ കാര്യത്തിന് നമ്മൾ ഓരോ കാര്യങ്ങളുണ്ട്. ഇതിൽ കാണുന്ന ST എക്സിറ്റ് ആയിക്കോട്ടെ, ഈ റോക്കറ്റ് ആയിക്കോട്ടെ, ക്രാഷ് ആയിക്കോട്ടെ, ഇതൊക്കെ ഓരോന്നിനെയും ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒരു 5 ദിവസം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സിമ്പിളായി പറയാ, ഞാനിപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുക്കുന്ന, എൻ്റെ എൻട്രി ഞാൻ എടുക്കുന്ന ഒരു ഇതാണ് എനിക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഞാനിപ്പോ ഇവിടെ വന്ന സമയം, ഈ എൻട്രി എടുക്കുന്ന സമയം ഞാൻ ആകെ സംഭവം അറിയോ, ഇതിപ്പോ ഈ ഒരു ബോക്സ് ഇല്ല, നമുക്കൊരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടും ഈ എൻട്രി എടുക്കാലോ. ഏതാണ്? ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടും ഈ എൻട്രി എടുക്കാലോ. അല്ല, ഞാനിപ്പം ഇതൊന്നും നോക്കാതാണ് ഈ എൻട്രി എടുത്തത്. ഞാൻ ഈ പറഞ്ഞ പ്രൈസ് ആക്ഷൻ, എനിക്ക് മാനുവൽ ട്രേഡിങ് ഓൾമോസ്റ്റ് ഒരു 7 years 8 years എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ലാപ്പ് ഓൺ ആക്കുന്നു, അവിടെ എൻട്രി കാണുന്നു, അവിടെ എൻട്രി എടുക്കുന്നു. ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനകത്തിപ്പോ ആ 8:50 ക്യാൻഡില് ഇപ്പൊ എത്രയാണ്, നമുക്കിപ്പോ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ചെയ്യാം. നമുക്കിപ്പോ 8:45 ക്യാൻഡില് എൻട്രി എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 8:30 ക്യാൻഡില് ഹൈ ഇട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം, ചെയ്യാലോ. അതൊരു പ്രൈസ് ആക്ഷൻ ആണല്ലോ. അങ്ങനെ നമുക്ക് ഇതിനകത്ത് സെല് ചെയ്യാലോ. നമ്മള് മാനുവലി ചെയ്യുന്ന സിസ്റ്റം മാനുവലി ചെയ്യുന്നവർക്ക് ചെയ്യാം, നോ പ്രോബ്ലം. നമ്മളെ സിസ്റ്റത്തിൻ്റെതാണ് പറഞ്ഞത്, ഞാൻ നമ്മളെ സിസ്റ്റത്തിൽ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതൊരു മനസ്സിലായിട്ടില്ല എന്നാ പറഞ്ഞത്, ഈ ഒരു സോഫ്റ്റ്വെയർ മനസ്സിലായിട്ടില്ല എന്നാ പറഞ്ഞത്. സോഫ്റ്റ്വെയർ ഒരു ദിവസം കൊണ്ട് ഇത് മനസ്സിലാവൂല. ഒരു 5 ദിവസത്തെ ട്രെയിനിങ് പ്രോപ്പർ കംപ്ലീറ്റ് ചെയ്യണം. അത് 1-to-1 ട്രെയിനിങ് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് 1-to-1 ഇത് ഗ്രൂപ്പ് ആയിട്ടുള്ള ട്രെയിനിങ് സിസ്റ്റം ആണ്. ഇതിൽ ഞാൻ എടുക്കുന്ന ഈ സോഫ്റ്റ്വെയറിൽ ഞാൻ എടുക്കുന്ന സാധനം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. ഇവിടുന്ന് എൻട്രി ചെയ്യാന്ന് പറയുമ്പോ നമ്മൾ എൻട്രി ചെയ്യുന്നു, ഇവിടെ എക്സിറ്റ് ചെയ്തോന്ന് പറയുമ്പോ ഇവിടെ എക്സിറ്റ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത് നമുക്ക് അറിയില്ല. ലോസ് ആണെങ്കിൽ നമ്മൾ ലോസ് അക്സെപ്റ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. എങ്ങനെ ലോസ് കിട്ടി, എങ്ങനെ നമ്മൾ ലോസ് വന്നു, എങ്ങനെ വന്ന് പ്രോഫിറ്റിൽ വന്നു, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഇതിൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ് കാര്യങ്ങൾ. അതായത് ഇവിടെ 95% ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ റോബോട്ടിക് സിസ്റ്റം ആണ് വർക്ക് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. 95%. അതായത് ഇവിടെ സ്ട്രാറ്റജി ഏതാണെന്നോ സിസ്റ്റം ഏതാണെന്നോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എടുക്കുന്ന ഒരാൾ ഇവിടെ നമ്മളിപ്പോൾ എന്തുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എൻട്രി എടുത്തു എന്ന് പറഞ്ഞാൽ, ഈ ഒരു എൻട്രി ഇവിടെ ഈ സെൽ എൻട്രി വന്നത് ഇവിടെ അല്ല, ഈ ക്യാൻഡിലല്ല വന്നത്. ഈ സെൽ എൻട്രി വന്നത് ഓൾമോസ്റ്റ് ഇവിടെയാണ്, ഈ സ്ട്രോങ് സെല്ല് വന്നത്. ഈ സെൽ എൻട്രി ഇവിടെയാണ്. ഈ പോയിന്റിലാണ് സെൽ എൻട്രി വരുന്നത്. ഈ പോയിന്റിലാണ് സെൽ എൻട്രി വന്നത്. 7:20 ക്യാൻഡിലാ വന്നത്. ഇവിടെ നമ്മൾ മാർക്കറ്റിൽ വരുന്ന സമയം ഉള്ളത് എപ്പോഴാണ്? 8:50 നമ്മൾ മാർക്കറ്റിൽ. ഒരാള് സംസാരിച്ച ബാക്കി ഞങ്ങൾക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇല്ല, എല്ലാവർക്കും ഉണ്ട്. ഒരാളെ ഇത് ക്ലിയർ ആക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, ഈ സ്ട്രോങ് സെല്ല് എന്ന് പറയുന്നില്ല, സ്ട്രോങ് സെല്ല് ബൈ ഒരു പോയിന്റ് കാണിക്കല്ലേ, ഈ 97-98 എന്നല്ല. അത് വരുന്ന സമയത്ത് അത് കേറി ഓൾറെഡി താഴോട്ട് വീണതിന് ശേഷമാണ് വരുന്നത്. ഇപ്പൊ 90 എത്താൻ 98 സ്ട്രോങ് സെല്ല് എന്ന് വരുന്നത്. അതെന്താ അങ്ങനെ വരുന്നത്? ഞാൻ കുറെ പ്രാവശ്യം നോക്കുന്നത്, ബൈയിലായാലും സെല്ലിലായാലും. എന്താണ് മനസ്സിലായിട്ടില്ല? ഈ സ്ട്രോങ് സെല്ല് കാണിക്കുന്നത് ഇപ്പൊ 4407 ഇപ്പൊ കാണിക്കുന്നത്. അത് നമുക്ക് ഓൾറെഡി 90 വീണ ശേഷമാണ് അവിടെ താഴെ എഴുതിയിട്ട് വരുന്നത് 407 സ്ട്രോങ് സെല്ല് എന്ന്. അപ്പൊ മാർക്കറ്റ് എത്ര ഡിഫറൻസ് ഇരിക്കുന്നു ആ സെല്ലും അവിടെ വരുന്ന സ്ട്രോങ് സെല്ലും ഇതിപ്പോ ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിപ്പോ ഈ എൻട്രി വന്നത് ഓൾമോസ്റ്റ് 7:20 വന്ന ഒരു എൻട്രിയാണ് ഇത് വന്നത്. മാർക്കറ്റ് എവിടെയുണ്ട്? ഇവിടെയാണ് മാർക്കറ്റ്.
അതൊക്കെ അത് വരുന്ന സമയത്തല്ലേ ലൈവ് ഞാൻ കാണുന്നുണ്ട്. ആ കാണുമ്പോ മാർക്കറ്റ് 400 ഈ എൻട്രി വരുന്നത് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എൻട്രി ഇപ്പൊ ലൈവിൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഞാൻ വരുന്ന സമയം ഇവിടുന്നാണ് മാർക്കറ്റ് ഉള്ളത്. മാർക്കറ്റ് കുറെ കഴിഞ്ഞിട്ടാണ് അവിടെ സ്ട്രോങ് സെല്ലിന്റെ സിഗ്നല് വരുന്നത്. ഇന്ന് 407 ഡൗൺ ആയതിനു ശേഷമാണ് അവിടെ സിഗ്നല് വരുന്നത് എന്നാണ് പറഞ്ഞത്. അതേപോലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിഗ്നല് വന്നതിന് ശേഷം തന്നെ ഒരു റിപ്ലൈ പറയുന്നത് ഒരാൾ അത് കേട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. അതന്നെ ഒരാള് അതന്നെ ഒരാളൊരു ഓക്കെ ക്ലിയർ ആവുന്നില്ല, വോയിസ് ക്ലിയർ ആവുന്നില്ല. സെല്ല് മാത്രം ആ സെല്ല് വരുന്നത് 95-ഇരിക്കുമ്പോഴാണ് 407 സെല്ല് സ്ട്രോങ് സെല്ല് വരുന്നത്. 395 മാർക്കറ്റ് എത്തുന്ന സമയത്താണ് അത് വരുന്നത്. ഇന്ന് 407 മാർക്കറ്റ് ഇപ്പൊ വൈകുന്നേരം പോയിട്ടില്ല. അതിൽ കാണിക്കുന്ന 407 എന്നല്ലേ. നിങ്ങൾ എടുത്തത് നിങ്ങളിപ്പോ ഒവാണ്ട എന്ന് പറഞ്ഞ ചാർട്ടായിരിക്കും നിങ്ങൾ എടുത്തിട്ടുണ്ടാവല്. ഞാൻ ബിനാൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഓണ്ടന്റെ ചാർട്ട് എടുക്കാം. ഓക്കെ, ഒവാണ്ടയിൽ $4-5 ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ അതുണ്ട്. ഒവാണ്ടയിൽ ഇപ്പൊ 404 ഓക്കെ. ഓണ്ട ഞാൻ എടുത്ത 2 ചാർട്ടും ഡിഫറൻസ് ഉണ്ട് അവിടെ. അപ്പൊ അതൊന്നും മനസ്സിലാക്കാം. സ്ട്രോങ് സെല്ല് വന്നത് ഇപ്പത്തെ ലാസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡലാണ്. ഇതെന്നാ അല്ല ഓണ്ടയിൽ ഇതാണ് ഇപ്പൊ 44.03 സ്ട്രോങ് സെല്ല് വന്നത്. ഇതിൽ കാണിക്കുന്ന ഓണ്ടയില് 43,999. ഇപ്പൊ ഇവിടുന്ന് കൂട്ടാം. ഓക്കെ, ഓണ്ട ഇപ്പൊ ഇവിടുന്ന് ആണെങ്കിൽ തന്നെ കൂട്ടാം. ഓണ്ടാൽ 5 പോയിന്റ് ഡിഫറൻസ് ഉണ്ട് ഓണ്ടയും ബിനാൻസും. 5 പോയിന്റ് ഡിഫറൻസ് ഓണ്ടയിലും ബിനാൻസിലും ഉണ്ട് കേട്ടോ. 5 പോയിന്റ്. അപ്പൊ അതിപ്പോ ചാർട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്യാൻഡിൽ, അതായത് ഒരു ക്യാൻഡിൽ ഏത് ക്യാൻഡിലാണ് കൺഫർമേഷൻ വരുന്നത്, അതായത് സ്ട്രോങ് വരുന്നത്, അവിടെയാണ് സെല്ല് വരുന്നത്. അതിപ്പോ ലൈവിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 1 മിനിറ്റിന്റെ ചാർട്ടിൽ ഇട്ടാൽ നിങ്ങൾക്ക് അതിന്റെ ആക്യൂറസി കാണിച്ചാൽ ഇപ്പൊ ഇവിടുന്ന് ഒരു ബൈ വരുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ വരും. ഇവിടെ ഇത് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ബൈ സോൺ വരാനുണ്ടെങ്കിൽ സ്പോട്ടിൽ ബൈ സോൺ വരും. അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് പിന്നെ നേരത്തെ ഞാൻ എടുത്ത എൻട്രി എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചത്. അവിടെ ഞാൻ എന്ത് കൺഫർമേഷനിലാണ് എൻട്രി എടുത്തതെന്നുള്ളത് ഞാൻ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു കൺഫർമേഷൻ ഇവിടെ ഒരു സെല്ല് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെല്ല് എൻട്രി സ്പോട്ടിൽ വന്നാൽ അതിൽ എത്രയാണ് അവിടെ റിസ്ക് ഉള്ളത്, ആ റിസ്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് എൻട്രി ആവും. ബാക്കിയുള്ള 50% കൺഫർമേഷൻ ഇവിടെയാണ് കിട്ടേണ്ടത്. ആ 50 ഇനി നിങ്ങൾക്ക് ആ റിസ്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 50 എല്ലാ കൺഫർമേഷനും കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എൻട്രി കയറാം. അപ്പൊ ഇവിടെ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഓക്കെ, ഇനിയിപ്പോ മാർക്കറ്റ് ഇപ്പൊ ഈ എടുത്ത എൻട്രി ഇപ്പൊ ഇവിടുന്ന് ഞാൻ എല്ലാവരോടും എൻട്രി ഇന്നലെ കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞാൽ എൻട്രി എടുക്കാൻ പറ്റുന്നു. ഈ എൻട്രി ഇനി TP1 കംപ്ലീറ്റ് ആയി. ഇനി മാർക്കറ്റ് എന്നാക്കുക, ഞാൻ ചെയ്യല് സ്വാഭാവികമായിട്ട് എന്നാക്കും, ഞാൻ ഈ ഒരു ലോസിനെ എന്നാക്കും, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എന്നാക്കും, ഞാൻ കൊണ്ടുവരും. ഞാൻ ചെയ്യുന്ന സിസ്റ്റമാണ്. ഓക്കെ, ഞാനത് ലോസ് മാറ്റി ഞാൻ ലോസ് താഴേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ലോസ് ഇല്ല എനിക്ക് മാർക്കറ്റ് മേലിലേക്ക് വന്നാൽ ഇനി വലിയ പതിയെ എന്നാക്കും SL ഞാൻ താഴേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇതിലേക്ക് ഇപ്പൊ പുതിയ ആൾക്കാർ ഇപ്പൊ ഇന്ന് വന്ന ആൾക്കാർക്കാണ് ഇപ്പം കുറച്ചധികം ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടായത്. അത് ഒരു 2-3 സെക്ഷൻ കംപ്ലീറ്റ് ഒരു 1 വീക്കിന്റെ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ നിങ്ങൾക്ക് സെക്ഷൻ ഉണ്ടാവും, ഓൺലൈൻ ഉണ്ടാവും, ഒരു 1-to-1 സെക്ഷനും ഉണ്ടാവും. അതായത് പല ആൾക്കാർക്കും പല ഡൗട്ടാണ്. നമ്മൾ ഈ ഗ്രൂപ്പ് സെക്ഷന്റെ ഒരു ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ പല രീതിയിലുള്ള നോളജാണ് ഓരോരുത്തർക്കും ഉണ്ടാവല്. അപ്പം അതുകൊണ്ട് പല ആൾക്കും ഉണ്ടാകുന്ന ഡൗട്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതില് ഞാൻ ചെയ്യുന്ന ഫോക്കസിങ് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു സിസ്റ്റം വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നത്, അതിന്റെ കൂടെ നിങ്ങൾ ഒന്നാക്കുക, നിങ്ങളുടെ ഡെമോയിലോ നിങ്ങളെ റിയലിലോ ഒന്നാക്കുക, അതിന്റെ കൂടെ അങ്ങോട്ടേക്ക് എൻട്രി ആവാം. എല്ലാവർക്കും ഒരേ പാറ്റേണിൽ പോയി കഴിഞ്ഞാലേ നമുക്ക് എന്നാക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് സക്സസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആവും. ഞാൻ നിങ്ങളെ മുന്നിലാണ് ഇത് കാണിക്കുന്നത്. ഞാൻ സക്സസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതിൽ സക്സസ് ആവും. അപ്പൊ അതിൽ ഒരു ചില ആളൊരു 10 ദിവസം കൊണ്ട് പഠിക്കും, ചില ആൾ 15 ദിവസം എടുക്കും, ചില ആൾ 1 മാസം എടുക്കും. അത് അവര് ക്യാച്ച് ചെയ്യുന്നത് പോലെയാണ്, സിസ്റ്റം ക്യാച്ച് ചെയ്യുന്നത് പോലെയാണ് അവരെ ലേണിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലിപ്പോ ഓൾമോസ്റ്റ് 1 വീക്കും 2 വീക്കൊക്കെ ആയി 1 മന്ത് ഒക്കെ ആയി നമ്മുടെ ടൂൾ ഉപയോഗിക്കുന്ന ആൾക്കാർ. കാര്യം പറയട്ടെ, ഞാനിപ്പോ ഇത് ഉണ്ടായിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. ശരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇതൊരു കമ്പറ്റീഷൻ ആവൂല. എനിക്ക് പ്രശ്നമില്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമില്ല.
മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കാര്യം ഇങ്ങനെ ഈ ക്ലാസ് പോയാൽ റെഡി ആവില്ല. ആദ്യമേ നിങ്ങൾ ഇത് സാധനം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ബൈ എൻട്രി വന്നു. ആ ബൈ എൻട്രി വന്നപ്പോൾ അത് എവിടെ നിന്നാണ് ബൈ എൻട്രി വന്നത്, എന്തുകൊണ്ട് അവിടെ നിന്ന് ബൈ എൻട്രി എടുത്തു, അതിൽ വന്നിരിക്കുന്ന സിഗ്നൽസും കാര്യങ്ങളും, അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന നമ്മുടെ ആ ഇതൊക്കെ ഉണ്ടല്ലോ, റോക്കറ്റ്, കാള, ഈ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൽ മാർക്കറ്റിന്റെ റിവേഴ്സ് ആയോ, ഡയറക്ഷൻ റിവേഴ്സ് ആയോ, എന്നാൽ എവിടെ നിന്ന് ബൈയോ അല്ലെങ്കിൽ എവിടെ നിന്ന് സെല്ലോ എടുക്കണം. ഇങ്ങനെ ആകുമ്പോ ഒരു സിസ്റ്റം ഉണ്ടാവും. ഇങ്ങനെ പോയി കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല ഇത് റെയിൽ പോലെ പോയത്. ഇതില് പക്ഷെ നമ്മളെ എൻട്രി എടുക്കുമ്പോ കാര്യങ്ങൾ ലാസ്റ്റ് മതിയെന്നേ ഈ ക്വസ്റ്റ്യനോ ആൻസറോ ഒക്കെ. ഓക്കെ, അത് ലാസ്റ്റ് ആണ് ഈ എൻട്രി. യെസ് ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിലേക്ക് ഞാൻ ഇതാക്കിയെന്ന് വെച്ചാൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ഞാൻ വെച്ചാൽ നമ്മുടെ പഴയ ആൾക്കാരെ ഉള്ളൂ എന്ന് ഇതിലധികം. അപ്പൊ കുറെ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതില്. ആക്ച്വലി പുതിയ ആൾക്കാർ അവർക്ക് ഇന്നലെ പറഞ്ഞതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവില്ല. സോ ഒബ്വിയസ്ലി ഡൗട്ടുകൾ അവിടെ വരും. ഉണ്ടാവും. നേരത്തെ സംശയം ചോദിച്ച ചങ്ങാതി പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ ഫസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ആ ഒരു ബൈ എൻട്രി എടുക്കുക. ആ ബൈ എൻട്രി എവിടെ നിന്ന് എടുത്തു, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ബൈ എൻട്രി എടുത്തത്, അതേപോലെ അടുത്തൊരു സെൽ എൻട്രി എവിടെ നിന്നാണ് എടുത്തത്, എന്തുകൊണ്ട് അവിടെ നിന്ന് എടുത്തു, എന്നിട്ട് ആ ചാർട്ടുമായിട്ട് ഈ ബോക്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഒരു 70-80% കൺഫ്യൂഷൻ മാറിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വെച്ചു ഒരു അരമണിക്കൂർ. അല്ലെങ്കിൽ ഇത് എങ്ങും എത്തൂല. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി ഇത് റിപ്പീറ്റ് ചെയ്തു തരാം കാര്യങ്ങൾ. ആദ്യം മുതലേ ഞാൻ റിപ്പീറ്റ് ചെയ്തു തരാം, സ്റ്റാർട്ടിങ് മുതൽ. മൈക്കാൻ ഓഫ് ചെയ്യാം. ഓക്കെ, മൈക്ക് ഓഫ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എല്ലാവർക്കും ആദ്യം നിങ്ങൾ എല്ലാവരും ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. നമ്മൾ ഇൻഡിക്കേറ്ററിൽ പോവുക, ഇൻവെർട്ടറിൽ പോവുക, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആഡ് ആകുക, അതേപോലെ ഡെമോ കോഡൊക്കെ സെറ്റ് ചെയ്യുക. അത് ഓക്കെ എല്ലാവർക്കും? അതൊക്കെ ഓക്കെയാണ്. ഓക്കെ, ചാറ്റിൽ വന്നാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു ഡൗട്ടാണ് ഇവിടെ എങ്ങനെയാണ് എന്ത് ബേസിലാണ് ഇവിടെ എൻട്രി എടുത്തതെന്നുള്ളത്. അപ്പം ഞാൻ പേഴ്സണലി നമ്മൾ മാർക്കറ്റിൽ വന്ന് നോക്കുന്ന സമയം, ചാർട്ട് നോക്കുന്ന സമയം, ഇവിടെ ഒന്ന് ഓക്കെ സ്ട്രോങ് സെല്ല് വന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇത്രയും എക്സിറ്റ് വന്നു. ഈ ഒരു എക്സിറ്റ് എന്ന് പറയുന്ന ചിഹ്നം ഇവിടെ ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഈ ഓരോ ക്യാൻഡിൽ നിന്നും അത്രയും ബാക്ക് ക്യാൻഡിൽ നിന്ന് എക്സിറ്റ്, ഒരു വോളിയം എക്സിറ്റ് അവിടെ നടന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സിറ്റ് ആണെങ്കിൽ ഒരു സിംഗിൾ എക്സിറ്റിൽ നിന്നാവും മാർക്കറ്റ് അവിടെ ക്ലോസ് ആവും. ഇത് ഓൾമോസ്റ്റ് ഒരു നല്ല രീതിയിൽ എക്സിറ്റ് വന്നു. അപ്പോൾ ഈ ഒരു ചെറിയ പമ്പിങ്ങിന് വീണ്ടും എക്സിറ്റ് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, മാർക്കറ്റിൽ നിന്ന് ഇത്രയും എക്സിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡൗൺഫാളിലേക്ക് മാർക്കറ്റ് പോകാനുള്ളതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുന്ന സമയം ഇവിടെ ഈ ബോക്സിൽ ആദ്യം ഈ ഒരു സെൽ എൻട്രി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇങ്ങനെ വരികയാണെങ്കിൽ അതിന് 50% കൺഫർമേഷൻ ഉണ്ട്. ആ സെൽ എൻട്രിക്ക് 50% കൺഫർമേഷൻ ആ സെൽ എൻട്രിക്ക് എന്തുണ്ട് നമുക്ക് കൊടുക്കാം. നമ്മളിവിടെ എന്താക്കുന്നു, ഞാൻ ഇവിടെ നോക്കുന്ന സമയം, ഇവിടെ മാർക്കറ്റിൽ വന്ന് ഞാൻ നോക്കുന്ന സമയം ഈ ഡാറ്റ ബോക്സിൽ എന്തൊക്കെ കാര്യം അലൈൻഡാവണം, അതായത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ എന്താവണം, അലൈൻഡാവണം ഡാറ്റ ബോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാറ്റ ബോക്സിൽ നോക്കുന്ന സമയം ഒന്ന് ബിയറിഷ് ആണ്, ഓക്കെ, അത് അലൈൻഡാണ്, എൻട്രി എടുക്കുന്നതിലാണ്. പിന്നെ ഉള്ളത് മാർക്കറ്റ് ട്രെൻഡാണ്, ഇത് കോൺഫ്ലിക്റ്റ് ആണ്. ശരിക്കും ഇത് അലൈൻഡ് ആവണം. അലൈൻഡ് ആയാൽ ഒന്നുകൂടി പോസിറ്റീവാണ് ഒരു എൻട്രി എടുക്കുന്ന സമയം. അതായത് ഈ ഒരു സ്റ്റേജിലാണ് പറയുന്നത് കേട്ടോ, എൻട്രി എടുക്കുന്നത് മുന്നേ ആണ്. അപ്പം ഇത് നോക്കാം, ട്രെൻഡ് എങ്ങനെ അലൈൻഡ് ആണോ അല്ലയെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കാണിക്കും 50 മിനിറ്റ്. നേരെ നിങ്ങൾ എന്താക്കുക, 50 മിനിറ്റിൻ്റെ ആ ചാർട്ട് പോയി നോക്കാം അവിടെ എന്താണ് അവസ്ഥ. അപ്പോൾ അവിടെ നോക്കുന്ന സമയം എന്താണ്, 50 മിനിറ്റിൽ ഇവിടെ ബൈ ആണുള്ളത്, പക്ഷേ ഇവിടെ എക്സിറ്റ് വന്നിട്ടുണ്ട്. എക്സിറ്റ് വരികയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ്. ഓക്കെ, ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സിറ്റ് ആണെങ്കിൽ അത് അലൈൻഡ് ആണ്. അതായത് ഇവിടെ ഇനി അലൈൻഡ് ആവണമെങ്കിൽ അവിടെ നിന്നാക്കണം, അപ്പുറത്തെ 15 മിനിറ്റിലും സെൽ എൻട്രി വരണം. 15 മിനിറ്റിൽ സെൽ എൻട്രി വന്നു കഴിഞ്ഞാൽ അത് അലൈൻഡ് ആണ്. അപ്പോൾ അത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ ഈ സ്റ്റാറ്റസ് ഇപ്പോൾ ഇവിടെ ന്യൂട്രലാണ് മാർക്കറ്റ്. അവിടെ ബീറിഷിലാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വരും. അതൊന്നും കൂടി എന്താണ് സ്ട്രോങ് ആണ്.
ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഒന്നും കൂടി എന്താണ് ബിയറിഷിലേക്ക് മാർക്കറ്റ് സ്ട്രോങ് കണ്ടീഷനാണ്. അതേപോലെ STA ആക്ഷൻ, ഇവിടെ ഇപ്പോൾ റീറ്റെയിൽ ഫ്ലോ ആണ്, അത് നമുക്ക് ബുള്ളിഷിലേക്കായിക്കോട്ടെ ബിയറിഷിലേക്കോട്ടെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് എൻട്രി എടുക്കാം. റീറ്റെയിൽ ഫ്ലോ ആണെങ്കിൽ അവിടെ എൻട്രി എടുക്കാം. വോളിയം പ്രഷർ ഓരോ ക്യാൻഡിലിൻ്റെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വോളിയം പ്രഷർ അപ്പ് ആവാം ഡൗൺ ആവാം. എടുക്കുന്ന സമയം വോളിയം പ്രഷർ ഈ ഒരു പോയിന്റിൽ നിന്ന് എടുക്കുന്ന സമയം വോളിയം പ്രഷർ 50ൻ്റെ മേലിലേക്ക് ഉണ്ടാവണം. ഈ ഒരു പോയിന്റിൽ വോളിയം പ്രഷർ നോക്കിയാൽ മതി ആ നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയം. ഈ വെയിൽ ആക്ട് സ്റ്റാബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈയിലും സെല്ലിലും എന്നാക്കാം സ്റ്റാബിൾ ആണെങ്കിൽ എടുക്കാം, നോ പ്രോബ്ലം. അവിടെ അഗ്രസീവ് ആണെങ്കിൽ ആ ഏത് പൊസിഷനിലേക്കാണ് മാർക്കറ്റ് ഉള്ളത് ആ പൊസിഷനിലേക്ക് മാർക്കറ്റ് എന്താവും അങ്ങോട്ട് പമ്പ് ചെയ്യും. മാർക്കറ്റ് ട്രെൻഡ് എടുത്തേക്കാണ് അവിടത്തേക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് പോസിറ്റീവ് ആവും. അത് ചെക്ക് ചെയ്യുക, ഇവിടെ വെയിൽ ആക്ട് മാറുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അഗ്രസീവ് ആണെങ്കിൽ താഴേക്ക് വരും, റൈസിങ് ആണെങ്കിൽ മേലിലേക്ക് പോകും മാർക്കറ്റ്. ഇത് മാറിക്കഴിഞ്ഞാൽ റിസ്ക് സ്കോർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് റിസ്ക് സ്കോർ എന്ന് പറയുന്നത്? ഈ മാർക്കറ്റിൻ്റെ ഇവിടുന്ന് ഇതുവരെ ഒന്നായിട്ടില്ല, ഈ റിസ്ക് സ്കോർ ഇത്ര സമയമായിട്ട് മാറിയിട്ടില്ല. ഈ റിസ്ക് സ്കോർ ഇപ്പം 10/2 ആണ്. ഇനി മാർക്കറ്റ് കണ്ടീഷൻ ഓക്കെ ഇവിടെ ഒരു 10/3 10/4 ഈ ഒരു സിറ്റുവേഷൻ എത്തിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം റിസ്ക് അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ റിസ്ക് സ്കോർ 10/3 മാക്സിമം ആണ്. 3 ഉള്ള ട്രേഡ്സ് മാത്രം അറ്റംപ്റ്റ് ചെയ്യാം. 4ഉം 5ഉം 7 ഒക്കെ ആവാം അവിടെ, ആ ട്രേഡ് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സേഫ് ആണ് 10/2. അപ്പോൾ നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയം, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന സമയം ഇവിടെ 10/2 ആണുള്ളത്. അപ്പം ഞാൻ ഇവിടെ കീപ്പ് ചെയ്യേണ്ട റിസ്ക് എന്ന് പറയുന്നത് 2% ആണ്. ക്യാപിറ്റലിന് 2% ഞാൻ അവിടെ കീപ്പ് ചെയ്യേണ്ടത്. അതേപോലെ സേഫ്റ്റി ഗാർഡ്, ബൈ ആയിക്കോട്ടെ സെല്ല് ആയിക്കോട്ടെ, സേഫ്റ്റി ഗാർഡ് സെക്യൂർ ആണെങ്കിൽ അത് സെക്യൂർ ആയിട്ട് തന്നെ ഉണ്ടാവില്ല. ഇനി ബിയറിഷ് ആണെങ്കിൽ അത് സെക്യൂർ തന്നെയാണ്, ബൈ ആണെങ്കിലും സെക്യൂർ തന്നെയാണ്, അത് ആ സ്റ്റേബിൾ ആണ്. ഇനി അഥവാ ബിയറിഷിൽ അത് സേഫ്റ്റി ഗാർഡ് ഡേഞ്ചർ ആണെങ്കിൽ ഓക്കെ അതൊന്നും കൂടി ബിയറിഷിന് പോസിറ്റീവാണ്, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് ഇറങ്ങി വരും ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിൽ. പക്ഷെ ബൈ സോൺ ആണെങ്കിൽ ഡേഞ്ചറിൽ എടുത്തുകൂടാം. ഓക്കെ ആ കാര്യം നോക്കാം, അതൊന്ന് നോക്കാം. അതേപോലെ ഈ ലാസ്റ്റ് ഇൻ്റലിജൻസ് ബോക്സ് 4 ഇവിടെ സെഡ് സ്കോർ. ഇപ്പോൾ ഇവിടെ ബുള്ളിഷിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്, പക്ഷേ സെഡ് സ്കോർ മൈനസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്ക് എൻഡിൽ ബിയറിഷ് ആണ്. കളറ് മാത്രമേ ഗ്രീൻ ആയിട്ടില്ല, ബാക്ക് എൻഡിൽ ഇപ്പോഴും ബിയറിഷ് ആണ് കണ്ടിന്യൂ. ഇത് ഗ്രീനായി പോകുന്ന സമയം ഈ സെഡ് സ്കോർ എന്ന് പറയുന്നത് പ്ലസ്സിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ക്യാൻഡിൽ ഒരു ബുള്ളിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാണ് സെഡ് സ്കോർ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇവിടുന്ന് എൻട്രി എടുക്കുന്ന സമയം സെഡ് സ്കോർ -2 സെഡ് സ്കോർ ഉള്ളത്, അപ്പോൾ ഒന്നുകൂടി പോസിറ്റീവാണ്, അത് എക്സ്ട്രീം ലെവൽ വരെ പോവാം. അതേപോലെ തന്നെ സ്റ്റേബിൾ ഡോം. ഇപ്പോൾ ഇവിടെ സ്റ്റേബിൾ ഡോം നമുക്ക് എതിരാണുള്ളത്. ഈ സ്റ്റേബിൾ ഡോം നമുക്കിപ്പോൾ എന്താണ് ഫാളിങ് സേഫാണ്, മേലിലേക്കാണ് സ്റ്റേബിൾ ഡോം കാണിക്കുന്നത്. അവിടെ ശരിക്കും അതായത് ഇപ്പം ഇത് ശരിക്കും ഇങ്ങനെ ഇത് വരാൻ കാരണം ഇത് പമ്പ് ചെയ്യും, അതായത് മേലിലേക്ക് പോകുമ്പോഴാണ് സ്റ്റേബിൾ ഡോം ഈ ഫാളിങ് സേഫ് വരുന്നത്. ഇവിടെ ശരിക്കും റൈസിങ് റിസ്ക് ആണ് വേണ്ടത്, മാർക്കറ്റ് ഡൗണിലേക്ക് വരുന്ന സമയം വേണ്ടത്, അത് മാറും. അത് നേരത്തെ ഞാൻ എടുക്കുന്ന സമയം അത് റൈസിങ് റിസ്ക് ആണ്. ഇപ്പം 2 ക്യാൻഡിൽ വന്നവരാണ് ഫാളിങ് സേഫ് ആയത്. എടുക്കുന്ന സമയം അതെന്താണ്? എടുക്കുന്ന സമയം അത് റൈസിങ് റിസ്കിലാവണം ആ എടുക്കുന്ന പോയിന്റിൽ. ഇൻഡിക്കേറ്ററിൻ്റെ പേര് +by സ്റ്റാറ്റിക്സ് അൽഗോ എന്നാണ്. ഇൻഡിക്കേറ്ററിൻ്റെ പേര് ഞാൻ കാണിച്ചതാ, PULES by സ്റ്റാറ്റിക്സ് അൽഗോ സിസ്റ്റത്തിൻ്റെ പേര്. അപ്പം അതാണ് ഇവിടെ എന്താണ് ഡൗണിലേക്ക് ബിയറിഷ് ആണെങ്കിൽ അവിടെ റൈസിങ് റിസ്ക് ആണ് അവിടെ വേണ്ടത്. പിന്നെ ട്രാപ്പ് ചെക്കാണ്. ട്രാപ്പ് ചെക്കിൽ വരുന്ന സമയം അവിടെ ഇപ്പം വാലിഡ് ആണ്. അവിടെ ഇനി ബുള്ളാകുമ്പോഴും ബുള്ളിഷ് ആകുമ്പോഴും ബിയറിഷ് ആകുമ്പോഴും അവിടെ എന്താവണം? വാലിഡ് തന്നെയാണ് വേണ്ടത്. 2 കണ്ടീഷനിൽ അവിടെ വാലിഡ് ആയിരിക്കണം. ഓക്കെ ട്രാപ്പ് ചെക്കിൽ. ഇനി അഥവാ നിങ്ങൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന സമയം, നിങ്ങൾ നോക്കുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ എൻട്രി എടുക്കുന്ന സമയം അവിടെ ബിയർ ട്രാപ്പ് ഉണ്ടെങ്കിൽ എൻട്രി എടുത്തുകൂടാ. ഇവിടെ ബിയർ ട്രാപ്പ് വരും, അതേപോലെ ബുൾ ട്രാപ്പ് വരും. ഈ 2 കണ്ടീഷനിലും അവിടെ എന്നായിക്കൂടാ എൻട്രി പ്ലേസ് ചെയ്തുകൂടാ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്നാക്കേണ്ടത് ഈ ഒരു ബോക്സിൽ നോക്കേണ്ടത്. അതേപോലെ ഇനി ഇതിൽ വരുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കുറേ ചാർട്ടിൽ നമ്മൾ കുറേ സാധനങ്ങൾ കാണുന്നുണ്ടാവും. അതേപോലെ STA എക്സിറ്റ്, അതേപോലെ റോക്കറ്റ്, അതേപോലെ ക്രാഷ്, അതേപോലെ എക്സോസ്റ്റ്. STA എൻ്റർ കാണും, എക്സോസ്റ്റ് കാണും. അപ്പം എന്താണ് എക്സോസ്റ്റ്? ഓക്കെ എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് ഈ ഒരു ബൈ എൻട്രി വന്നു.
ഒരു സ്ട്രോങ് ബൈ എൻട്രി ഇവിടെ വന്നു. ഈ ബൈ എൻട്രി പമ്പ് ചെയ്ത് പോകുന്ന സമയം എക്സോസ്റ്റ്, ആദ്യം ഒരു എക്സോസ്റ്റ് വന്നു. എക്സോസ്റ്റ് വരുന്ന സമയം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട്. ഒരു ബാക്ക് എൻഡിൽ ഒരു ആക്ഷൻ അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. അത് ബുള്ളാവാം ബിയർ ആവാം. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ കാര്യം, ഈ എക്സോസ്റ്റ് വരുന്ന സമയം, ഈ ബുള്ളിഷിൽ നിൽക്കുന്ന സമയം, എക്സോസ്റ്റ് വരുന്ന സമയം ഇവിടെ മൈനസ് വരുന്ന നെഗറ്റീവ് ആകുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ബിയറിഷിലേക്ക് കാര്യങ്ങൾ നെഗറ്റീവ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റിൽ എന്തായിട്ടുണ്ട്, മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സൽ ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് പറഞ്ഞു. എക്സിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്നായിക്കോളാം, എക്സിറ്റ് ആയിക്കോളാം. അതാണ് അവിടെ എന്തെങ്കിലും ഡേഞ്ചർ സോൺ വരുന്ന സമയം, എന്തെങ്കിലും മാർക്കറ്റിന്റെ ട്രെൻഡോ കാര്യങ്ങളോ മാറുന്നുണ്ടെങ്കിലാണ് ഈ എക്സോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം മാർക്കറ്റിൽ നിന്നാവല് ഫോം ചെയ്യല്. അപ്പം അത് എന്നാക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക. ഈ എക്സോസ്റ്റ് വരുന്ന സമയം ആ കാര്യം ഒന്ന് എന്നാക്കുക, അത് ശ്രദ്ധിക്കുക. ഈ എക്സോസ്റ്റ് വരുന്ന സമയം പിന്നെയാണ് STA എൻറ്റർ, STA എക്സിറ്റ്. മാർക്കറ്റിൽ അതേപോലെ, അതായത് ഒരു എൻട്രി എടുത്ത് നിൽക്കുന്ന സമയം, നിങ്ങളൊരു എൻട്രി പ്ലേസ് ചെയ്ത് നിൽക്കുന്ന സമയം, ഇപ്പം ഇവിടെ തന്നെ കൂട്ടാം, നമ്മളിപ്പോൾ ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ട് ലൈവിൽ. ഈ എൻട്രി പ്ലേസ് ചെയ്ത് നിൽക്കുന്ന സമയം സഡൻലി നമുക്കൊരു STA എക്സിറ്റ് വരികയാണെങ്കിൽ അവിടെ എന്തായിക്കോളാം, സഡൻലി ഇറങ്ങിക്കോളാം. അതായത് മാർക്കറ്റിൽ എന്തോ ബാക്ക് എൻഡിൽ എന്തോ, അതായത് ഒരു ഡേഞ്ചർ വരാനുണ്ട് മാർക്കറ്റിൽ. അതായത് നമുക്കൊരു സൂചന പെട്ടെന്ന്, അതായത് ട്രേഡ് ക്ലോസ് ആകാനാണ് പറയുന്നത്. പെട്ടെന്ന് അവിടെ, അതായത് ഹോൾഡ് ചെയ്യേണ്ട, അവിടെ സപ്പോർട്ട് നിൽക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് ആ ട്രേഡ് എന്നായിക്കോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ STA എക്സിറ്റ് വരുന്നത്. അതേപോലെ തന്നെയാണ് STA എൻറ്റർ. ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ആൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ എൻട്രി കിട്ടൂല. എൻട്രി എടുത്ത് നിങ്ങൾ നോക്കുന്ന സമയം ഏതെങ്കിലും ഏരിയയിൽ, ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടോ, ഇപ്പോൾ ഇവിടെ നമുക്ക് ബൈ എൻട്രി വന്നത്, ഇവിടെ നിന്നാണ് സ്ട്രോങ് ബൈ വന്നത്. ആ സ്ട്രോങ് ബൈയുടെ കൂടെ ഒരു STA എൻട്രി ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്നാക്കാം, എൻട്രി ആവാം. അതായത് STA എൻട്രി വന്നു കഴിഞ്ഞാൽ, ഇപ്പം സ്ക്രീൻ കാണുന്നില്ല, സ്ക്രീൻ ഓൾറെഡി കാണുന്നുണ്ടല്ലോ, സ്ക്രീൻ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ STA എൻറ്റർ നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടിയിട്ടില്ലെങ്കിൽ, ഓക്കെ, ഇവിടെ ഒരു എൻട്രി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്നാക്കും, ഈ എൻട്രി നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഓക്കെ, ഈ എൻട്രിയുടെ കൂടെ ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ STA എൻട്രി ഇവിടെ വരികയാണെങ്കിൽ, STA എൻട്രി വരികയാണെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി ആവാം. ഇത് സെക്കൻഡ് എൻട്രിക്കുള്ള ചാൻസ് ആണ് STA എൻട്രി എപ്പോഴും പ്രൊവൈഡ് ചെയ്യൽ. മെയിൻ എൻട്രി കഴിഞ്ഞ് അടുത്തൊരു എൻട്രി എടുക്കാനുള്ള ഏരിയയിലാണ് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് STA എൻട്രി വരും. STA എൻട്രി വരുമ്പോൾ എൻട്രി ആവാം, STA എക്സിറ്റ് വരുമ്പോൾ അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവണം. അതേപോലെ റോക്കറ്റ് എന്നുള്ള ഒരു ചിഹ്നം ഒരു ക്യാൻഡിലിൻ്റെ കൂടെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു ഹ്യൂജ് ടീം മാർക്കറ്റിൽ എൻട്രി ആകുന്ന സമയമാണ് റോക്കറ്റ് പ്ലേസ് ആവൽ. ഒരു ഹ്യൂജ് വോളിയം ഓഫ് എൻട്രി ഉണ്ടാകുമ്പോഴാണ് ഈ റോക്കറ്റ് എന്നുള്ളത് എന്നാവല് അവിടെ പ്ലേസ് ആവൽ. അതേപോലെ ക്രാഷ് വരുന്ന സമയം അവിടെ ഹ്യൂജ് വോളിയം ഓഫ്, അതായത് ബാക്ക് എൻഡിൽ നിന്ന് എക്സിറ്റ് ആകുന്ന സമയമാണ് ഈ ക്രാഷ് എന്നുള്ള പോയിന്റ് മാർക്കറ്റിൽ വരുന്നത്. ഇപ്പം നിങ്ങൾ എടുത്ത് നിൽക്കുന്ന സമയം, ഒരു എൻട്രി എടുത്ത് പ്ലേസായി നിൽക്കുന്ന സമയം അവിടെ ഒരു ക്രാഷ് വരികയാണെങ്കിൽ, മാർക്കറ്റ് ഒരു ക്രാഷ് അടിച്ച് വരികയാണെങ്കിൽ അവിടെ എന്താവും, അവിടെ മാർക്കറ്റ് സഡൻലി താഴേക്ക് എന്താവും, സപ്പോർട്ട് എടുത്ത് താഴേക്ക് മാർക്കറ്റ് ക്രാഷ് അടിച്ച് താഴേക്ക് പോകും. മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ, ക്രാഷ് കാണുന്ന ആ എൻട്രി അവിടെ ഇങ്ങനെ തന്നാക്കാം, അവിടെ അത് പ്ലേസ് ചെയ്ത് നിൽക്കാം, ഒരു കുഴപ്പമില്ല. മാർക്കറ്റ് നല്ല രീതിയിൽ അത് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് അത് ക്രാഷ് ആയിട്ട് പോകും. ഓക്കെ, ഇപ്പം കൈ പൊന്തിക്കുന്നുണ്ട് ആൾക്കാർ, ഒക്കെ ഒന്ന് ചോദിക്കാം. ഇപ്പോൾ ഓക്കെ, ഞാനൊന്ന് മൈക്ക് ഓപ്പൺ ആക്കി തരാം. ഒരാൾ മൈക്ക് ഓപ്പൺ ആക്കി ചോദിക്കുക. ഇപ്പോൾ ഒരാൾ കൈ പൊന്തിച്ച ആൾ തന്നെ ചോദിക്കുക എന്താണെന്നുള്ളത്. ഓക്കെ, ചോദിക്കാം. ഓക്കെ, ചോദിച്ചോ. മൈക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരു ബിയറിഷ് എൻട്രി എടുക്കാം. നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. മാർക്കറ്റ് ബിയറിഷ് ആണ്. മാർക്കറ്റ് ഓക്കെ, ഇത് കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അപ്പുറം അലൈൻഡ് ആണ്. 50 മിനിറ്റിൽ മാർക്കറ്റ് എക്സിറ്റ് ആയതാണ്. ഇവിടെ റിസ്ക് സ്കോർ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്, 10/1 വന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ ഇവിടുന്ന് വീണ്ടും താഴേക്ക്
നിങ്ങൾ ചോദിക്കട്ടെ, മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് ചോദിക്കാം. ഞാൻ മൈക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മൈക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ചോദിക്കാട്ടോ, മൈക്ക് ഓപ്പൺ ആക്കാം, ചോദിക്കാം. ഹലോ, വോയിസ് കേൾക്കുന്നുണ്ടല്ലോ, ഓക്കെ അല്ലേ? കേൾക്കാം സർ, കേൾക്കാം. ഇപ്പൊ ചോദിക്കാം, ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്, ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഞാൻ പേഴ്സണലി എൻ്റെ ഒരു എൻട്രി മെത്തേഡിൽ ഞാൻ എടുത്തതാണ്. കുഴപ്പമില്ല, ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, എന്തൊക്കെയാണ് നോക്കണ്ടേന്നുള്ളത്. ഏതാ ക്ലിയർ ആയിട്ടില്ല? സ്ട്രോങ് ബൈ വരുമ്പം അവിടെ എസ്ടി എൻട്രി കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്ട്രോങ് സെല്ല് വരുമ്പം എന്താണ് ഇവിടെ കാണിക്കുന്നത്? അത് കണക്ക് സ്ട്രോങ് എസ്ടി എൻട്രി കാണിക്കും, ആ ലൈൻ തന്നെ കാണിച്ചു. അവിടെ ഒരു എക്സാമ്പിൾ എവിടെയെങ്കിലും വന്നതാണ് കാണിക്കാവോ? എല്ലാം ഇൻഡിക്കേറ്റർ ലോക്ക് ആണെങ്കിൽ അത് ചെക്ക് ചെയ്യുക, അത് ആക്സസ് വന്നിട്ടുണ്ടാവില്ല, ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ മാർക്കറ്റിൽ കുറവാണ് ഈ ലാസ്റ്റ് വന്നതിലൊക്കെ. എല്ലാം ബൈ സൈഡിൽ മാത്രം എസ്ടി എൻട്രി വരുന്നുണ്ട്, സെൽ സൈഡിൽ അങ്ങനെ കാണില്ല. അതാണ് ചോദിച്ചത്. അതാണ് സെൽ സൈഡിൽ കുറവാണ് ഉണ്ടാക്കുക. അത് അത്രയും റയർ വെച്ചാൽ ബൈ സൈഡിലാണ് ഇപ്പൊ മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഇപ്പം ബൈ സൈഡിലുള്ള കൂടുതലുള്ളത്. ലാസ്റ്റ് മാർക്കറ്റിലേക്ക് നോക്കി നോക്കുന്നുണ്ട്. ഇപ്പൊ കറണ്ട് ഈ ബുള്ളിഷും ബെയറിന്റെ സിമ്പിൾ കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഈ ബുള്ളും ബെയറിന്റെ സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ബുള്ളും ബെയറും സിമ്പിൾ ആണെങ്കിൽ ആ ഒരു ക്യാൻഡിൽ എല്ലാം പ്രതിനിധീകരിക്കുന്നതാണ്. അതായത് അപ്പൊ ഒരു 5 മിനിറ്റിന്റെ ക്യാൻഡിൽ കംപ്ലീറ്റ് ആകുന്ന സമയം അതിപ്പം ബുള്ളിലാണ് അവസാനിക്കുകയാണെങ്കിൽ അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ ഒരു ബുള്ളാണ് അവസാനിച്ചത്, അപ്പൊ ഇതൊരു സപ്പോർട്ട് ഏരിയ ആയി. ഇത് കണ്ടോ, നേരെ ഇപ്പുറം കണ്ടോ, യെസ് ഇത് കണ്ടോ, ഇപ്പറ ഇതൊരു സപ്പോർട്ടായി. ഈ സപ്പോർട്ട് വരെ ഇത് വന്നു. ഇപ്പോ നേരെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഒരു ബുള്ള്. ഇനി അടുത്ത ഇത് സപ്പോർട്ട് വരുത്തി ഈ ലൈനിലേക്കാണ് ഈ ബുള്ളിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അത് സപ്പോർട്ടായി വരുന്നത്, അതായത് സപ്പോർട്ട് ഏരിയ ആണ് ആ ബുള്ളായിട്ട് മാർക്ക് ചെയ്യുന്നത്, ബുള്ളും ബിയറും വരുന്നത്. ഇതാണ് ഇതിന്റെ സപ്പോർട്ടിങ് ഏരിയ, ഈ ബിയറാണ്. അപ്പൊ അതാണത് മാർക്ക് ചെയ്ത് വരുന്നത്. മഞ്ഞ ഒരു ചിഹ്നം കാണുന്നുണ്ടല്ലോ ക്യാൻഡിലും. ഇതാണോ വോളിയത്തിന്റെ അല്ലേ? ഇത് ലോ വോളിയത്തിൻ്റെതാണ്. ഇപ്പൊ ഉള്ള ക്യാൻഡിലല്ലേ, അതിന്റെ മുകളിൽ ഒരു ചിഹ്നം വരുന്നുണ്ട് മഞ്ഞ. അത് ഡൗൺ താഴേക്കുള്ള ഏരോ ആണ് കേട്ടോ. ഇതല്ലേ? അതെ. നമ്മൾ നോക്കേണ്ട മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇതില്. ഒന്ന് ഈ ഗ്രാഫിൽ നോക്കണ്ട, ചാർട്ടിൽ വരുന്ന മാറ്റങ്ങൾ. ഒന്ന് എസ് ടി എൻഡർ, എസ് ടി എക്സിറ്റ്. ഈ പോയിന്റ് ഒരു എക്സിറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്നാവാ, അവിടുന്ന് എക്സിറ്റ് ആവാം. ഈ എസ് ടി എൻഡർ, എസ് ടി എക്സിറ്റ്, അതേപോലെ തന്നെ എക്സോസ്റ്റ്, റോക്കറ്റ്, ക്രാഷ്, ഇതാണ് ചാർട്ടിൽ നോക്കേണ്ട കാര്യം. പിന്നെ ഈ ബുള്ളും ബിയറും അത് സപ്പോർട്ടിങ് ഏരിയ, അതാണ് ഇതിൽ നോക്കേണ്ട കാര്യം. ഇപ്പൊ ഒരു എൻട്രി എടുക്കുന്ന സമയം ഇപ്പൊ ഇവിടെ ഇപ്പൊ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഈ ബോക്സ് നോക്കുന്ന സമയം ഇപ്പൊ എത്ര പെർസെന്റേജ് കൺഫർമേഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് ബിയറിഷ്, ഓക്കെ, അത് ഡൗൺ ട്രെൻഡ് തന്നെ, ഇതുവരെ മാറിയിട്ടില്ല, ബിയറിഷ് തന്നെയാണ്. ഈ കോൺഫ്ലിക്റ്റ് ശരിക്കും അലൈൻഡ് ആവും, 15 മിനിറ്റിൽ അലൈൻഡ് ആവണം. ഇത് എന്തുകൊണ്ട് അലൈൻഡ് ആയിട്ടില്ല എന്നാണ് നമ്മൾ 15 മിനിറ്റിൽ നോക്കുന്ന സമയം ഇവിടെ മാർക്കറ്റ് ഇത് ഇപ്പൊ എക്സിറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. അതായത് ഈ ഒരു എൻട്രി ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇനി സെൽ എൻട്രി വന്നാലേ അത് അപ്പുറം അലൈൻഡ് ആവും. പക്ഷെ ഈ എക്സിറ്റ് ഇങ്ങനെ മാർക്കറ്റ് ഇത് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് എക്സിറ്റ് ആയ എൻട്രി ആണെങ്കിൽ ഇത് ഇപ്പോൾ മാർക്കറ്റ് അലൈൻ തന്നെയാണ്, ട്രെൻഡ് റിവേഴ്സൽ ആയിട്ടുണ്ട്. അപ്പൊ അത് എൻട്രി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി 15 മിനിറ്റ് വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റിൽ ഇപ്പൊ എന്താണ്, ബാക്കിയൊക്കെ പോസിറ്റീവ് തന്നെയാണ്. അതായത് ഇപ്പൊ ഇവിടെ റിസ്ക് സ്കോർ കുറഞ്ഞു വീണ്ടും. ഇത് കൂടിയാണെങ്കിൽ പ്രശ്നമാണ്. ആ ട്രേഡിൽ റിസ്ക് എന്നാകുന്നു 10/2, 10/3, 10/4, 10/5 എത്തിയാണെങ്കിൽ അത് റിസ്ക് ആണ്. അപ്പൊ അധികം സമയം എന്നാക്കേണ്ടത് അവിടെ ഹോൾഡ് ചെയ്യണ്ട. ഈ സ്ട്രോങ് സെല്ലിന്റെ വരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് സ്ട്രോങ് സെല്ല് ഇതുണ്ടല്ല, സ്ട്രോങ് സെല്ല് ഇങ്ങനത്തെ ഒരു ചിഹ്നം വരലോട് കൂടി പെട്ടെന്ന് ഈ ബോക്സിന്റെ കാര്യങ്ങൾ നോക്കാം, അവിടെ എൻട്രി എടുക്കാം. ബുൾ ട്രാപ്പോ ബിയർ ട്രാപ്പോ ഇല്ലെങ്കിൽ എൻട്രി പ്ലേസ് ചെയ്യാം.
മാർക്കറ്റിൽ ഈ ട്രാപ്പ് ചെക്കിൽ ബുൾ ട്രാപ്പോ ബിയർ ട്രാപ്പോ ഇല്ലെങ്കിൽ ധൈര്യമായി എൻട്രി എടുക്കാം. പക്ഷേ ഇതിൽ നിങ്ങൾ ചിന്തിക്കേണ്ട നമ്മളിപ്പോ ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മള് ഇപ്പൊ ഈ 5 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ നമുക്കിത് ലൈവായിട്ട് കിട്ടുമോ അതോ നമ്മളിനി അതിന് വല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പഠിക്കുമല്ലോ. സാറ് പറഞ്ഞ ഈ നമ്മുടെ ഈ കോൺസെപ്റ്റ് അതുപോലെ ഈ ബോക്സിലെ കാര്യങ്ങള് നമുക്ക് കൺഫർമേഷൻ എല്ലാം നമ്മൾ എടുത്തിട്ട് നമ്മൾ സ്റ്റഡിയും അനാലിസിസും എല്ലാം ചെയ്തിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുമല്ലോ. അപ്പൊ നമുക്ക് ആക്ച്വലി 5 ദിവസത്തെയാണല്ലോ ഈ ക്ലാസ്. അതുവരെക്കല്ലേ നമുക്ക് ഇത് ആക്സസ് ഉണ്ടാവുള്ളൂ. 5 ദിവസമാണ് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ അത് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇത് പെയ്ഡാണ്, സിസ്റ്റം പെയ്ഡാണ്. അതായത് നമ്മൾ ഒരു സാധനം നമ്മൾ എന്താക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തി നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് പർച്ചേസ് ചെയ്യുക. നമ്മൾ പർച്ചേസിലേക്ക് ആരെയും നമ്മൾ ആദ്യം ഇതാക്കുന്നില്ല. നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ അത് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വാങ്ങിക്കാം. സോഫ്റ്റ്വെയറിന് കുറച്ച് ലിമിറ്റേഷനൊക്കെ ഉണ്ട്, അത് നിങ്ങൾ ആ സമയം വാങ്ങിയാൽ മതി. 5 ദിവസം നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഉപകാരം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസിലേക്ക് ചിന്തിച്ചാൽ മതി. ഇതൊരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. അതായത് മാർക്കറ്റിൽ ഇതൊരു ഓട്ടോമാറ്റിക്കും ബോട്ടോ കാര്യങ്ങളൊന്നല്ല. മാനുവലി ട്രേഡ് ചെയ്യുന്ന ഇപ്പോൾ ഒരു 5 years എക്സ്പീരിയൻസിൽ ഒരാൾക്ക് അത് അവരെ നെക്സ്റ്റ് ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതായത് കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരൊറ്റ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇതില് ഡിസ്കൗണ്ടിന്റെ കാര്യത്തിൽ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കുറേ കൊടുക്കാൻ പറ്റുന്ന ലിമിറ്റേഷൻ ഇല്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണ് വെച്ചാൽ ബാക്ക് എൻഡിൽ റിയൽ ഡാറ്റയാണിത് കംപ്ലീറ്റ്ലി നമ്മൾ റൺ ചെയ്യുന്നത്. വെച്ചാൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് സോഫ്റ്റ്വെയറിന്. നമുക്ക് ഡിസ്കൗണ്ടിൻ്റെതല്ല, നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്കാണ്. സോഫ്റ്റ്വെയറിന്റെ പ്രൈസും കാര്യമൊക്കെ നിങ്ങൾ 1 to 1 ആയിട്ട് കണക്ട് ചെയ്താൽ കാര്യങ്ങൾ പറഞ്ഞുതരും എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. നമുക്ക് സോഫ്റ്റ്വെയറിൽ ഇതല്ല, നമുക്ക് ഈ ക്ലാസ് 5 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത് എന്താണ് സിസ്റ്റം എന്താണെന്ന് പഠിക്കാന്നുള്ളതാണ്. നമ്മളൊരു പുതിയ സാധനം പരിചയപ്പെടുത്താന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള, ഞാൻ ഒരു കാര്യം കൂടി ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞുതരാം, ഒരു 10 years എക്സ്പീരിയൻസ് ഉള്ള ഒരു മെന്റർ, ഒരു പ്രൊഫഷണൽ ട്രേഡർ തന്നെ കൂട്ടിക്കുക. ആ ട്രേഡർ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ട്രേഡ് എടുക്കുന്നതിന് ഒരു ഹാഫ് ആൻ അവർ, ഒരു 1 hour എടുത്തിട്ട് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന, മാനുവലി സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ മുഴുവനുണ്ട്. ഇവിടെ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന, നിങ്ങളിവിടെ എൻട്രി എടുക്കുന്നത് ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ കൂടെയോ മാർക്കറ്റിൽ നോർമൽ ഇതല്ല. നിങ്ങൾ എടുക്കുന്നത് ഇവിടെ കോർപ്പറേറ്റിന്റെയും അതേപോലെ അവരെ കൂടെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇതിലിപ്പം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു അബ്ദുസ്സലാം 5 years എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലവർ ചെയ്യേണ്ടത് നിങ്ങളെ സിസ്റ്റത്തിന്റെ കൂടെ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പം എനിക്കൊരു 8 years എക്സ്പീരിയൻസ് മാനുവലി ഉണ്ട്, ഞാൻ ഈ സാധനം ഇല്ലാതെ ഞാൻ ട്രേഡ് എടുക്കും. പക്ഷെ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഒരു കൺഫ്യൂഷൻ എവിടെയെങ്കിലും നമുക്ക് ഇപ്പം സംഭവിക്കാം. പക്ഷെ നമുക്കിപ്പോൾ നിലവിൽ കൺഫ്യൂഷൻ ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ മാർക്കറ്റിൽ വന്നു, സ്പോട്ടിൽ വന്നു, ഒരു എൻട്രി പ്ലേസ് ചെയ്യുന്നു. ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, അതായത് നിങ്ങളെല്ലാം പ്രോപ്പർ റിസ്ക്കും കാര്യങ്ങളും എവിടെയാണ്. അതായത് ഇപ്പം ഇതിൽ 2% റിസ്ക് ആണ് ഫസ്റ്റ് കീപ്പ് ചെയ്തത് നമ്മൾ. ഓക്കെ, സംസാരിക്കട്ടെ. കാജി ഹുസൈൻ. സാറേ ഒരു സംശയം ചോദിച്ചോളൂ സാർ. അതായത് ഇപ്പൊ നമ്മൾ ഈ 5 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് ഇതേമാതിരി നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സമയം, ഏതെങ്കിലും ഒരു സമയം വെച്ചിട്ട് നമുക്ക് നിങ്ങൾ സപ്പോർട്ട് തരുമോ? ഞാൻ എന്റെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാർ ഞാൻ ഇരിക്കുന്ന സമയം, ഞാൻ എല്ലാ സമയം 8:30 ഉണ്ടാവും. ഞാൻ ട്രേഡ് എടുക്കലും ഈ എന്താ പറയാ ഈ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന സമയമാണ് ഞാൻ ട്രേഡ് എടുക്കലും. 8:30 മോർണിംഗും ഞാൻ ഉണ്ടാവും മാർക്കറ്റിൽ. 8:30 ഉണ്ടാവും. ആർക്കും എന്റെ കൂടെ വന്നിരിക്കാം, നോ പ്രോബ്ലം. അതിന് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ അല്ലേ? അതിന്റെ ആ ഫ്ലോർ തന്നെയാണ് നമ്മൾ ഓൺലൈൻ ഫ്ലോർ. ആർക്കും അത് ജോയിൻ ചെയ്യാം. സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ആർക്കും ജോയിൻ ചെയ്യാം. അതായത് ഞാനും ഗ്രൂപ്പായിട്ട് തന്നെയാണ് ട്രേഡ് എടുക്കൽ, ഞാൻ പേഴ്സണലി എടുക്കലില്ല. അപ്പൊ നമ്മൾ നേരത്തെ ഡൗട്ടുകൾ ചോദിച്ചവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ഞാൻ എടുക്കുന്നത്, അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിത് ഈ ഒരു എൻട്രി എടുത്തിട്ട് ഒരു 1 hour ആയി. ഓൾമോസ്റ്റ് 1 hour ആകാൻ പോകുന്നു. 54 minute ആയി ഏകദേശം ഈ ഒരു എൻട്രി നമ്മൾ ഇവിടുന്ന് പ്ലേസ് ചെയ്തിട്ട്. 8:50 എടുത്തതാണ്. ഓക്കെ ലീവ് ചെയ്തോ, നോ പ്രോബ്ലം. അപ്പം ഓൾമോസ്റ്റ് ഒരു 1 hour ആയി നമ്മൾ ഇപ്പോൾ ഇത് എടുത്തിട്ട് എൻട്രി എടുത്തിട്ട്.
ഒരു എൻട്രി എടുക്കുന്ന സമയം ഇന്നത്തെ നമ്മൾ ടാർഗറ്റ് $5 ഇന്നത്തെ നമ്മൾ ടാർഗറ്റ് ഉണ്ടായത്. ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 1 മണിക്കൂറിൽ കൂടുതൽ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്ത് വിടാം. നമ്പർ 1. ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന റൂളാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഞാൻ 1 മണിക്കൂറിൽ കൂടുതൽ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യില്ല. എന്താണ് മാർക്കറ്റിൽ ആ 1 മണിക്കൂറിൽ കണ്ടീഷൻ, അവിടുന്ന് മാർക്കറ്റിൽ ഞാൻ എക്സിറ്റ് ആവും. ഇത് SL അടിക്കുകയാണെങ്കിൽ ഈ ഒരു ട്രേഡ് ലോസിലേക്കാണ് പോകേണ്ടതെങ്കിൽ 5 മിനിറ്റിൻ്റെ ഒരു ട്രേഡ് 5 മിനിറ്റാണ് എടുത്തത്. ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് കൊണ്ട് ആ ട്രേഡ് SL അടിച്ച് കംപ്ലീറ്റ് ആവും. SLലേക്ക് പോകേണ്ട ട്രേഡ് ആണെങ്കിൽ 30 മിനിറ്റ്സ് കൊണ്ട് അത് SL പോയിട്ട് ആ ട്രേഡ് എന്താവണം, കംപ്ലീറ്റ് ആവണം. അടുത്ത ഹാഫ് ആൻ അവർ കൊണ്ട് അത് TPയിലും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾ എന്താക്കുക, മാർക്കറ്റ് പിന്നെ അവിടെ മാർക്കറ്റിൽ സ്റ്റേബിൾ ആവണ്ട. മാർക്കറ്റ് കണ്ടീഷൻ, അതായത് മാർക്കറ്റിൽ ഒന്നുമില്ല ഫ്ലോ കുറവാണെന്നുള്ളത് ഒക്കെ അവിടെ നമ്മൾ എക്സിറ്റ് ആവാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക. ഇന്നലെ നമ്മൾ $5 ടാർഗറ്റ് കൊടുത്തത്. ഇന്നലെ നമ്മളെല്ലാവരും ഡെമോ അക്കൗണ്ടിൽ, അതായത് എക്സ്പീരിയൻസ് എല്ലാവരും ഇതിലുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും ഡെമോ അക്കൗണ്ടിലും ചെയ്യിപ്പിച്ച് തന്നെയാണ്. ഇന്നലെ നമ്മൾ ചെയ്തത് $2. ഇന്നലെ $2.5 നമ്മൾ മേക്ക് ചെയ്തത്, അവിടെ ക്ലോസ് ആയി. ഇന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ $1 അടുത്തുണ്ട്. അപ്പോൾ നോക്കാം 1 മണിക്കൂർ കഴിഞ്ഞ് എന്താണ് സിറ്റുവേഷൻ, അവിടെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആകും. അപ്പോൾ ഇവിടുന്ന് ഒരു മൂവ്മെന്റ് കാണുന്നുണ്ട്. ഇപ്പോൾ കണ്ടീഷൻ നോക്കുന്ന സമയമൊക്കെ പ്രൈസിങ് റിസ്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി പോസിറ്റീവായി, കണ്ടീഷൻ മാറലായി, വോളിയം പ്രഷർ കൂടുന്നുണ്ട്. ഓക്കെ, കണ്ടീഷൻ ഒന്നുകൂടി സേഫ് ആകുന്നുണ്ട്. ബിയർസിലേക്കുള്ളത് സേഫ്റ്റി കാർഡ് സെക്യൂർഡ് ആണ്, നോ പ്രോബ്ലം. 10/1 വന്നു, അതൊരു പോസിറ്റീവാണ്. റിസ്ക് 10/1 വന്നു. Z സ്കോർ മൈനസ് തന്നെ ഉണ്ട്, ഇതുവരെ പ്ലസിലേക്ക് പോയിട്ടില്ല. അത് നല്ലൊരു സൈനാണ്. Z സ്കോർ ഇപ്പോഴും മൈനസ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അത് നമുക്ക് നല്ലൊരു സൈനാണ്. അപ്പോൾ ഹോൾഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും സഡൻലി ഇവിടുന്ന് ഒരു എക്സിറ്റ് ഉണ്ടെങ്കിൽ, ഈ പ്രോഫിറ്റ് എക്സിറ്റ് ആവണമെങ്കിൽ എക്സിറ്റ് വരും നമുക്ക്. സഡൻ ഇവിടുന്ന് എക്സിറ്റ് ആവണമെങ്കിൽ. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്യുന്നതിനെ കൊണ്ട് ഇപ്പം പ്രശ്നമൊന്നുമില്ല ഈ ട്രേഡ്. ഓൾറെഡി TP1 എത്തിയാണ്. ഇപ്പം TP1 എത്തി അവിടുന്ന് എക്സിറ്റ് ആകുന്നവർക്ക് അവിടുന്ന് എക്സിറ്റ് ആവാട്ടോ. TP1 എത്തിയിട്ട് ഇത് റിവേഴ്സിൽ വന്ന ട്രേഡാണ്. ഇനി അവിടെ എത്തിയാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതില് വരുന്നത്. അതെന്തുകൊണ്ടോ? അത് ഇന്നൊരു അപ്ഡേഷൻ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ. ഇന്നത്തെ ഒരു അപ്ഡേഷൻ, അതായത് ഈ ഒരു സിസ്റ്റം ഞാൻ വേറെ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ എൻട്രി ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് തരാം. അതിന്റെ ആക്യുറസി കാണിച്ചു തരാം. കുറച്ച് കഴിയുന്ന ആ ക്യാൻഡിൽ, ഏത് ക്യാൻഡിലാണ് സ്ട്രോങ് ആയിട്ട് കൺഫർമേഷൻ വരുന്നത്, ആ ക്യാൻഡിലാണ് അത് വരുന്നത്. ഞാനൊരു എൻട്രി ഉണ്ടോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഏതെങ്കിലും ഒന്നില് ഒരു 5 മിനിറ്റിലോ ഒരു 1 മിനിറ്റിലാറ്റം ഏതെങ്കിലും ഒരു പെയറിൽ എൻട്രി ഉണ്ടോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന്റെ ആക്യുറസി കാണിച്ചു തരാം. ഇപ്പം ഇത് 1 മിനിറ്റ് ആണ്. 1 മിനിറ്റിൽ ഇത് ബുള്ളിഷ് ആണുള്ളത്. ഓക്കെ, സ്ട്രോങ് ബൈ വന്നു. ഇതൊക്കെ പോസിറ്റീവാണ്. 1 മിനിറ്റിൽ ബുള്ളിഷ് അയക്കാൻ ഇത്രയും കാര്യങ്ങൾ പോസിറ്റീവാണ്. ഇവിടെ ഒരു എൻട്രി എടുക്കാം. ബുള്ളിഷ് ആണ്. ഇവിടെ ഇത് മാത്രമേ കോൺഫ്ലിക്റ്റ് ഉള്ളൂ, അത് ചെക്ക് ചെയ്യേണ്ട. ന്യൂട്രലാണ്. ബുള്ളിഷിലേക്ക് ആകുമ്പോൾ ഈ കാര്യങ്ങൾ ഇതേപോലെ വരണം. അത് 5 മിനിറ്റിൽ ഇതേപോലെ വരണം. സ്ട്രോങ് ബൈ വന്നു, മാർക്കറ്റ് കയറലായി. ഇത്രയും ആക്യുറേറ്റഡ് ആണ്. ഇവിടെ എൻട്രി എടുക്കുന്ന സമയം ഒരു ബൈ കൊടുക്കുക. ഒരു ബൈ കൊടുത്തതിന് 1 മിനിറ്റിലാണ്. 1 മിനിറ്റിൽ എൻട്രി എടുക്കണ്ട. അതിന്റെ ആക്യുറസി കാണിച്ചു തരാണ്. എത്തിയിരത്തിൽ നോക്കി നോക്കാം. ഇത്രയും കാര്യം. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇത് മാത്രമേ ഇവിടെ കോൺഫ്ലിക്റ്റ് ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് ഒരു യൂസർ മാനുവൽ പഠിക്കേണ്ട ഒരു സിസ്റ്റം ഞാൻ തരും. അതായത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. അപ്പം അതിൽ നിങ്ങൾ ഈ ഒരു ബോക്സ് 100 ആണ്. ഇതിലിപ്പോൾ നമുക്ക് ആകെ ഒരു 15 പോയിന്റ് മാത്രമേ ഇതിലെന്തുള്ളൂ, മൈനസ് ഉള്ളൂ. ബാക്കിയൊക്കെ പോസിറ്റീവാണ്. എൻട്രി എടുക്കാം. അതായത് 50% കൺഫേം ഇവിടെ കിട്ടി. ഇവിടെ നമുക്കൊരു 15 പോയിന്റ് ഡിഫറൻസേ ഉള്ളൂ 50-ൽ. ബാക്കി നമുക്ക് എൻട്രി എടുക്കാം, ആ പ്രോബ്ലം. അവിടെ ഹോൾഡ് ചെയ്യാം. TP1 എന്തായാലും ഇത് കംപ്ലീറ്റ് ആവും. TP1 അല്ല, ഇത് 1 മിനിറ്റിലാണ്. അപ്പോൾ ഈ രീതിയിൽ ബൈയും സെല്ലിലേക്ക് വന്നു. ഈ രീതിയിലാണ് മാർക്കറ്റ് എന്നാക്കുക. നമുക്ക് ഇവിടെ റോക്കറ്റ് വരുന്നുണ്ട്. റോക്കറ്റ് വരികയാണെങ്കിൽ ഹോൾഡ് ചെയ്തോ. ഹോൾഡ് ചെയ്തോ മാർക്കറ്റിൽ, നോ പ്രോബ്ലം. അപ്പോൾ നമ്മൾ എടുത്ത എൻട്രി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതെന്താണ് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഗോൾഡ് തന്നെയാണോ എൻട്രി എടുക്കാറ്? ഞാൻ തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ ഇന്ന് എടുത്ത ട്രേഡ്, ഞാൻ ഇന്ന് 2 ഗോൾഡിൽ എൻട്രി എടുത്തിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ ആയിട്ടുണ്ട്. ഒരു $3,500 പ്രോഫിറ്റ്, ഒരു $1,600 പ്രോഫിറ്റ്. 2 എൻട്രി. ഈ 2 എൻട്രിയാണ് ഞാൻ ഇന്ന് എടുത്ത എൻട്രി. ഈ 2 എൻട്രി ഞാൻ എടുത്തതാണ്. ഒന്ന് ഈ ഒരു എൻട്രിയും ഈ ഒരു എൻട്രിയിൽ ഞാൻ ഇന്ന് എൻ്റെ റിയൽ അക്കൗണ്ടിൽ $3,500 ഞാൻ പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എൻട്രിയിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു $1,600
അത് ഞാൻ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് TP3 കംപ്ലീറ്റ് ആയതാണ്. ഞാൻ TP1 എൻ്റെ ഒരു 1 hour എന്നുള്ള സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ആയി ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. 1 hour കൊണ്ട് ഇറങ്ങുമ്പോൾ എനിക്കൊരു $1,600 എനിക്കിവിടെ ഇന്ന് പ്രോഫിറ്റ് ഉണ്ട്. അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ലൈവില് എൻ്റെ കൂടെ ഇല്ല ആൾക്കാരൊക്കെ ഉണ്ടാവും ലൈനിൽ. അന്നേരം നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത ടൂളൊക്കെ പർച്ചേസ് ചെയ്ത ആൾക്കാരൊക്കെ ആ സമയത്ത് ലൈനിൽ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരത് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനുള്ള സമയവും നിങ്ങൾക്ക് എനി ടൈം ആ സമയം ഗ്രൂപ്പായിട്ട് തന്നെയാണ് അധികം ഉണ്ടാവില്ല. എൻ്റെ ക്യാപിറ്റൽ ആണെങ്കിൽ എൻ്റെ സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കാം. സാറ് ലൈവ് ട്രേഡ് ചെയ്യുന്നത് നമ്മൾ കൂടെ ഉണ്ടാവുന്നത് യൂട്യൂബിലാണോ അതോ നമ്മളേതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ? അല്ല കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏത് സമയത്തും കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്താൽ ലൈവ് ട്രേഡ് ഉണ്ടെങ്കിൽ ഈ സ്ക്രീൻ ഇതുപോലെ അതിൽ കാണാം. നിങ്ങൾക്ക് ആക്റ്റീവ് ആവാം, കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആവാം. ഈ 5 ദിവസം എങ്ങനെയാണ് നമ്മൾ ക്ലാസ് പോകുന്നത്? 8:30 നമ്മൾ സോഫ്റ്റ്വെയർ ബൈ ചെയ്യുകയാണെങ്കിൽ അല്ലേ നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുക? നിങ്ങൾ സോഫ്റ്റ്വെയർ ബൈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. ഞാൻ എന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് മാറ്റും. ഇനി ഒരു സംശയമുണ്ട് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട്. അത് ലോങ് കുറച്ച്, അതായത് ഗോൾഡിന്റെ ചാർട്ട് എടുത്തിട്ട് ഒരല്പം ബാക്കിലോട്ട് ഒന്ന് കാണിക്കാമോ? അതായത് ഒരു ലോങ് ഒരു റാലി, അതായത് ഇപ്പൊ ഈ കാണുന്ന ഭാഗം ഗോൾഡിന്റെ ഈ ബുള്ളിഷ്, ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബുള്ളിഷ് ആയിട്ടുള്ള ഭാഗത്ത് ഒന്നിലധികം തവണ STA എൻട്ര എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മൾ താഴെ നിന്നൊരു എൻട്രി കണ്ടിട്ട് ആ എൻട്രി എടുത്തത് ലൈവായിട്ട് നിൽക്കുന്ന സമയത്ത് STA എക്സിറ്റ് പറയുന്നതിന് മുമ്പായിട്ട് ഒന്നിലധികം തവണ ഇപ്പൊ ഈ കാണുന്ന ഭാഗത്ത് അതെ ഒന്നിലധികം തവണ STA എൻട്ര എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റർ വരുന്നു. അങ്ങനെ വരുമ്പോ ഒന്നിലധികം തവണ ട്രേഡ് എടുക്കണമെന്നുള്ള സൂചനയാണോ അതോ ട്രേഡിനെ കൺഫേം ചെയ്തുകൊണ്ട് വീണ്ടും അത് വരുന്നതാണോ? എങ്ങനെയാണത്? ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം ഈ ഒരു ഏരിയയിൽ വന്നു, ഈ ക്യാൻഡിലാണ് വന്നത്. അതെ, ഫസ്റ്റ് ബുള്ളിന്റെ ക്യാൻഡിൽ നിന്ന് നമ്മൾ ട്രേഡ് എടുത്തു. ഇവിടുന്ന് ഒരാൾ എടുത്തു എന്ന് കൂട്ടാ, അവരത് ഇവിടെ ഹോൾഡ് ചെയ്യാം. അവിടുന്ന് എടുക്കാത്ത ഒരാൾക്കാണ് വീണ്ടും ഒരു കൺഫർമേഷൻ, ഈ ക്യാൻഡിൽ നിന്ന് എടുത്തോ, അത്രയും കൺഫർമേഷൻ ഉള്ളതുകൊണ്ടാണ് അത് ഹോൾഡ് ചെയ്യാം. വീണ്ടും ഇവിടുന്ന് എടുത്തോ, അത്രയും കൺഫർമേഷൻ ഉള്ളത് കൊണ്ടാണ്. അത് അഗ്രസീവ് ട്രേഡ് ചെയ്യുന്ന ക്യാപിറ്റൽ ഉള്ളവർക്ക് ഓരോ സ്ഥലത്തും ഈ STA എൻറ്റർ പറയുന്ന സ്ഥലത്ത് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെറുതോ മീഡിയമോ വലുതോ ആയിട്ടുള്ള ഒരു ലോട്ടും കൂടെ അല്ലെങ്കിൽ ഒരു സൈസിൽ നമുക്ക് എടുത്തിട്ട് എക്സിറ്റ് പറയുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നാണോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. പക്ഷെ ഇത് ഈ ഏരിയയിൽ, അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലൊക്കെ അത് ചെയ്യാം. പക്ഷെ അത് ഞാൻ സ്റ്റാർട്ടിങ് ഞാൻ പേഴ്സണലി പറഞ്ഞു കൊടുക്കുക കാര്യങ്ങൾ. എല്ലാവർക്കും അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അപ്പൊ ഓരോരാളെ ട്രേഡിങ് രീതി അനുസരിച്ച് ഞാനത് പാക്ക് ചെയ്തെടുക്കും. നോർമലി ഇപ്പം ഒരാൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ഇങ്ങനെ എൻട്രി വന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു കൺഫർമേഷൻ ആണ്. ഈ ഒരു, അതായത് ഇവിടെ നിന്നൊന്നും ട്രേഡ് കിട്ടാത്ത ഒരാള് ഇപ്പൊ ഇവിടെ നിന്നൊന്നും എൻട്രി കിട്ടിയിട്ടില്ല, ലേറ്റ് ആയിട്ട് വന്ന് മാർക്കറ്റ് കാണുമ്പോൾ അവിടെ ഒരു എൻട്രി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം. എൻട്രി ആയിട്ട് വെയിറ്റ് ചെയ്യാം, എക്സിറ്റിന് വെയിറ്റ് ചെയ്യാം. നേരത്തെ എടുത്ത ആളിന് അയാൾ കുറച്ച് കോൺഫിഡന്റും ക്യാപിറ്റലും ഒക്കെ ഉള്ള ആളാണെങ്കിൽ വേണമെങ്കിൽ അവിടെ നിന്നും ഒരു ചെറിയ ലോട്ട് എടുക്കാം എന്ന് പറ്റില്ല. ആദ്യം എടുത്ത ആൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് എടുത്ത ഒരാള് ഈ ഒരു ക്യാൻഡിൽ നിന്നാണ് എൻട്രി വന്നത്. ഇവിടുന്ന് എടുത്ത ഒരാള് അവരുകൊണ്ട് ആദ്യം ആ എടുത്ത സാധനം ഇവിടുന്ന് സേഫ് ആക്കാൻ പറഞ്ഞു. ഏകദേശം ഒരു 10 മിനിറ്റ് മുന്നേ, ഒരു 4 ക്യാൻഡിൽ മുന്നേ എക്സിറ്റ് വന്നു ഈ എടുത്ത ഒരാൾക്ക്. ഈ വ്യക്തിക്ക് വേണമെങ്കിൽ അടുത്ത ഇവിടുന്ന് ഈ എൻട്രിയിലും കേറിക്കോ എന്നുള്ളത് ഒന്നാക്കി. എക്സിറ്റ് ആയതിനു ശേഷം വീണ്ടും ഒന്നായിക്കോ, ഒരു ചെറിയൊരു ഇത് കൂടി ഉണ്ട്, അതിൽ കേറിക്കോ. എക്സിറ്റ് ആയതിനു ശേഷം ഇവിടുന്ന് എക്സിറ്റ് ആയി, ഇവിടുന്ന് എക്സിറ്റ് ആകാൻ പറഞ്ഞു. ഓൾമോസ്റ്റ് ഒരു നോർമലായിട്ട് ഇത് ചെയ്യുമ്പോൾ ഗ്രീഡി ഒന്നും ആകാണ്ട് ഒരു ട്രേഡ് എടുത്താൽ എക്സിറ്റ് ആകുന്നവർ വെച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഈ കാണുന്ന STA എൻട്രിയിലെല്ലാം ഓരോ എൻട്രി എടുക്കാൻ പാടില്ല. ഓക്കെ, ഇത് എന്തുകൊണ്ട് നമുക്ക് ഇത്രയും എക്സിറ്റ് വന്നത് ഇവിടെ? അതായത് മാർക്കറ്റ് ട്രെൻഡ് മാറാൻ പോകുന്നതിന്റെ ഒരു ഇത് കൊണ്ടാണ്. ബാക്ക് എൻഡിൽ അതിന്റെ വോളിയം ഓഫ് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു സ്ട്രോങ് സെല്ല് വന്നു. ഈ സ്ട്രോങ് സെല്ല് വന്ന ഉടനെ തന്നെ എൻട്രി ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായി? അങ്ങോട്ടേക്ക് ഇറങ്ങി പോയി മാർക്കറ്റ്. ഇവിടെ എവിടെയും നമുക്ക് നന്നായിട്ടില്ല, എക്സിറ്റ് വന്നിട്ടില്ല. ഇത് ഓൾമോസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മളിപ്പം STA എൻട്ര എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് ഇപ്പൊ ഈ കാണുന്ന
എന്നല്ല ഇപ്പൊ ഈ ബുള്ളിഷ് റാലി കഴിഞ്ഞിട്ട് റിവേഴ്സൽ ആവുന്ന സ്ഥലം ഒന്ന് എടുത്തേ. ഇതാണ് റിവേഴ്സൽ ആവുന്ന സ്ഥലം. കുറച്ചുകൂടെ മുകളിലോട്ട്. അതെ, ഇപ്പൊ ഈ കാണുന്ന സ്ഥലത്ത് സ്ട്രോങ് സെല്ല് 4,438 എന്ന് പറഞ്ഞ് കാണിക്കുന്ന സ്ഥലത്ത് ഇത് ഇങ്ങനെ ഒരു ബോക്സ് അപ്പിയർ ചെയ്യുമ്പോൾ ഏത് ഓണ്ടയാകട്ടെ നിങ്ങളുടെ ബൈനാൻസ് ആകട്ടെ ആ സമയത്ത് മാർക്കറ്റ് ഈ എഴുതി കാണിക്കുന്ന റേറ്റിലായിരിക്കുമോ? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ അല്ല എന്നാണ് ശരി. പക്ഷെ ആ ക്യാൻഡിൽ അപ്പിയർ ആയി അല്പം കഴിഞ്ഞ് ലൈവ് മാർക്കറ്റ് വേറൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഇത് അപ്പിയർ ആവുന്നതെന്നാണ് ഞാൻ 1-2 തവണ നോട്ട് ചെയ്തത്. ഓക്കെ, അതൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾ അതിന്റെ അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പം ഈ എൻട്രി ഇപ്പൊ ഈ ഒരു ബോക്സ് വരുത്തി ഈ ഒരു ക്യാൻഡിൽ അപ്പിയർ, ഈ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ അപ്പിയർ ആകുമ്പോഴാണ് ഇത് ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് ഇതിന്റെ SL പോയിന്റ് ഉണ്ടാവുമല്ലോ, ഈ ഹൈ ഇതിൽ കാണുന്നത്. നമ്മൾ അടുത്ത അപ്ഡേഷനിൽ നിങ്ങൾക്ക് ഇതിന്റെ SL പോയിന്റ് അടക്കമുള്ള ചാർട്ട് വരും. അതിനൊരു ചെറിയൊരു ഭാഗം ഞാൻ ചെറിയ എൻട്രി എവിടെയാണ് XL എവിടെയാണെന്നുള്ളതിന്റെ കൺഫേം ഉള്ളത് ഞാനൊരു ചെറിയ ഭാഗം ഞാൻ കാണിച്ചു തരാം അതിന്റെ. അപ്പം ഇതൊക്കെ ഓരോരോ അപ്ഡേഷനിൽ വരുന്ന സിസ്റ്റമാണ്. ഞാൻ ആ ഒരു ഏരിയ കാണിച്ചു തരാം സാർ, എല്ലാവർക്കും കാണിച്ചു തരാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഇത് നമ്മൾ അടുത്ത അപ്ഡേഷനിൽ വരുന്നതാണ്. എൻട്രി പോയിന്റ് ഉണ്ട്, ഇതിന്റെ ഇപ്പം നമുക്ക് എൻട്രി എടുക്കാം. SL TP കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇത് അടുത്ത അപ്ഡേഷനിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഹലോ, കേട്ടു. ഞാൻ മൈക്ക് ഓഫ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാനത് കേട്ടു, കാണുകയും ചെയ്തു. താങ്ക് യു. ഓക്കെ, അത് നമ്മൾ അടുത്ത അപ്ഡേഷനിൽ വരും. ഒരു 1 month കൊണ്ട് വരും. ഓക്കെ. 1 hour സ്പെൻഡിങ് ചോദിക്കാം. 1 hour സ്പെൻഡിങ്ങിന്റെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. 1 hour മാർക്കറ്റ് സ്പെൻഡ് ചെയ്യാനുള്ള കാര്യം അദ്ദേഹം പറയണം. അത് പുള്ളി ചോദിച്ചപ്പോൾ പുള്ളി അത് മറന്നു. 1 hourൽ മാത്രമേ മാർക്കറ്റിലും സ്പെൻഡ് ചെയ്തുള്ളൂ. 1 മണിക്കൂർ. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ 1 മണിക്കൂറായി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം. ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, എത്രയാണുള്ളത് അവിടുന്ന് ക്ലോസ് ചെയ്യുക. അത് പറയാൻ കാരണം 1 hour കഴിഞ്ഞു, ഇനി അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇവിടെ ട്രേഡ് ഇല്ല. 1 hourൽ ഇനി എത്രയാണ് അത് അവിടെ കംപ്ലീറ്റ് ആയി ഇറങ്ങുക. ഇനി മാർക്കറ്റ് എന്ത് സംഭവിച്ചാലും നമ്മൾ വാച്ച് ചെയ്യണ്ട. അപ്പം നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് $5. ഇപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി ഈ നൈറ്റ് ആയത് കൊണ്ടാണ് ഇപ്പോൾ $. ഇന്ന് ഓൾറെഡി ഞാൻ $5 എമൗണ്ട് എടുത്തിന്. ഈവനിക്കൊക്കെ നല്ല ട്രേഡ് ഉണ്ട്, ആ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്ക് എടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി, സാറ് ട്രേഡ് എടുക്കുന്ന പ്രൈസ് കൂടെ ഒന്ന് പറയുക. ഏതാ ട്രേഡ് എടുക്കുന്ന പ്രൈസ് ഉണ്ടല്ലോ? അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇന്ന് സംഭവം നമ്മള് സ്റ്റാർട്ടിങ്ങിൽ കയറുന്ന സമയം തന്നെ അവിടെ ഒരു എൻട്രി ഒന്ന് എടുത്തു വെച്ചതാണ്. അത് ഞാൻ അടുത്തതിൽ പറഞ്ഞത് എങ്ങനെയാണ് എടുക്കാന്നുള്ളത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. TP1 എത്തിയതാണ്. അത് അവിടെ നിന്ന് എക്സിറ്റ് ആവുക. പിന്നെ ഇനി മാർക്കറ്റിൽ എന്താവണ്ട, ഹോൾഡ് ചെയ്യണ്ട. ഓക്കെ, 1 മണിക്കൂറെ സ്പെൻഡ് ചെയ്ത മാർക്കറ്റിൽ ട്രേഡ് കംപ്ലീറ്റ് ആകുമ്പോൾ 1 മണിക്കൂറിൽ എല്ലാം കംപ്ലീറ്റ് ആകും. കൂടുതൽ സമയം മാർക്കറ്റിൽ എന്താവണ്ട, സ്പെൻഡ് ചെയ്യണ്ട. അതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. അപ്പൊ ചോദിക്കാട്ടെ, നിങ്ങൾക്കുള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഡൗട്ട് ചോദിക്കാം. ഇതാണ് നമ്മള് ട്രേഡിംഗ് വ്യൂ തന്നെയാണ്. ബിനാൻസിൽ ഈസിയാണ്. ഞാൻ ബിനാൻസ് ചെയ്യുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അക്കൗണ്ട് കണക്ട് ചെയ്യാം. ബിനാൻസിന്റെ അക്കൗണ്ട് ഇവിടുന്ന് നേരെ കണക്ട് ചെയ്ത് ഇവിടെ തന്നെ ചെയ്യാം, നമ്പർ 1. അതല്ലെങ്കിൽ ചാർട്ട് സെലക്ട് ചെയ്യുന്ന സമയം, ഞാൻ അത് പറഞ്ഞുതരാൻ വിട്ടുപോയതാണ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ ബ്രോക്കർ ഏതാണ്, ആ ബ്രോക്കറിന്റെ ചാർട്ട് തന്നെ ഇവിടെ സെലക്ട് ചെയ്യാം. ബിനാൻസിൽ എടുക്കുന്നവർക്ക് ഇതാ ഇവിടെ കാണിക്കും, ബിനാൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ചാർട്ട്. ഏത് കോയിൻ അടിച്ചാലും അതന്നെ സെലക്ട് ചെയ്യുക. MT5 ബിനാൻസിൽ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഒരു പ്രശ്നം പറഞ്ഞുതരാം. അതായത് ബിനാൻസിലും അല്ല, അതായത് ഓൺലൈനിലും എല്ലാത്തിലും വർക്കിംഗ് തന്നെയാണ്. അത് അവർ കൊടുക്കുന്ന ഡാറ്റന്റെ ഡിഫറൻസ് കൊണ്ടാണ്.
കമ്പനി കൊടുക്കുന്ന ഡാറ്റ പ്രശ്നം കൊണ്ടാണ്, അതായത് ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഓണ്ടയിൽ MT5 യൂസ് ചെയ്യുന്നവർക്ക് ഓണ്ട ചാർട്ട്, അതായത് എപ്പോഴും നിങ്ങളെ ബ്രോക്കറും ഇതിൻ്റെ വാല്യൂം സെയിം ആക്കുക. ഇവിടെ കാണിക്കുന്ന വാല്യൂ ഉണ്ടല്ലോ മാർക്കറ്റിൻ്റെ, ആ വാല്യൂ നിങ്ങളെ ബ്രോക്കർ ഒന്നാക്കുക, എപ്പോഴും സെയിം ആക്കുക. അതാണ് ആദ്യം കീപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ കണ്ട, ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് കണ്ട, നമ്മൾ ഒരു 1 hour കൊണ്ട് എക്സിറ്റ് ആയി. ലോസ് ഇല്ലാതെ എക്സിറ്റ് ആയി മാർക്കറ്റിൽ നിന്ന്. മാർക്കറ്റ് മെല്ലനെ മാർക്കറ്റ് പമ്പ് ചെയ്യുന്നുണ്ട്. ഇനി അഥവാ മാർക്കറ്റ് പമ്പിങ് തന്നെയാണെങ്കിൽ അടുത്ത എൻട്രി കിട്ടും. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ട്രേഡിൽ നയിക്കൂടാ, കമ്മിറ്റ് ചെയ്തുകൂടാ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ക്ലോസ് ആക്കുക, അവിടെ നിന്ന് ഇറങ്ങാന്നുള്ളത് തന്നെയാണ്. വെച്ചാൽ നമുക്ക് ടാലി ആവും, നമ്മളെ കണക്ക് നമുക്ക് ടാലി ആവും. നമുക്ക് ഒരു മാസം കൊണ്ട് നമുക്ക് ടാലി ആക്കിയാൽ മതി. ഇപ്പം ഇന്നലെയും കൊണ്ട് നമുക്കിപ്പോൾ നമുക്ക് ഇന്നത്തിൽ $5 അപ്പോൾ ടോട്ടൽ ആയത് $3. ഇന്നലെ $5 ടാർഗറ്റ്, ഇന്ന് $5. ശരിക്കും ഒരു ട്രേഡിലല്ല ടാർഗറ്റ്. അതായത് നമുക്ക് ലോസ് ഇല്ല ഈ 2 ദിവസമായിട്ട്, അത് മനസ്സിലാക്കാം. 2 ദിവസമായിട്ട് നമുക്ക് $6 എന്തുണ്ട്, നമുക്ക് ലോസ് കീപ്പ് ചെയ്യാം 3% വെച്ചിട്ട്. ഈ 2 ദിവസം നമുക്ക് ലോസ് ഇല്ല, പ്രോഫിറ്റ് ടാർഗറ്റ് $10 അടിക്കുന്നിടത്ത് $3 അടിച്ചിട്ടുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. നാളെയും മാർക്കറ്റ് ഉണ്ട്, മറ്റന്നാൾ മാർക്കറ്റ് ഉണ്ട്, ചെയ്യാം. 1000 ക്യാപിറ്റലുള്ള ആൾക്കാർ $30 വരെ നമുക്ക് ഒരു റിസ്ക് വെക്കാം അല്ലേ? അതായത് ഞാൻ പറഞ്ഞില്ലേ 3% നിങ്ങൾക്ക് 3 ട്രേഡിൽ 3%, ഒന്നെങ്കിൽ 3 ട്രേഡിൽ നിങ്ങൾക്ക് 3% കളയാം, അല്ലെങ്കിൽ 2 ട്രേഡിൽ 3% കളയാം. ഇനി ഒരു ട്രേഡിൽ നിന്ന് എടുക്കുന്നില്ലെങ്കിൽ ഒരൊറ്റ ട്രേഡിൽ 3% വെക്കാം, കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വെച്ച 3%ൽ $7 ടാർഗറ്റ് ഉണ്ടായിരുന്നു, $100 തന്നെ ക്യാപിറ്റലും. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ട്രേഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലോസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ എൻട്രി ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. ആ വരുന്ന ലോസ് ഞാൻ ആദ്യം ലോസ് അക്സെപ്റ്റ് ചെയ്യും. ചെയ്യുന്നതിന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മളിതിന് TP ഇതിനകത്തുള്ള TP നോക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ജോലി തിരക്കുണ്ടെങ്കിൽ നമുക്ക് TP 1 or 2 സെറ്റ് ചെയ്തിട്ട് നമുക്ക് അൺഅറ്റൻഡഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ എടുക്കുന്ന സമയം 1 മണിക്കൂർ മാർക്കറ്റിൽ ഉണ്ടായിക്കോളാം. അറ്റൻഡ് ചെയ്യാൻ TP വെച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന സിസ്റ്റം ഇല്ല. അപ്പൊ നമ്മള് പിന്നെ TP വെക്കാണ്ട്, TP സെറ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് വാച്ച് ചെയ്തിരിക്കണം. സ്റ്റോപ്പ് ലോസ് മാത്രമേ വെക്കാവുള്ളൂ. SL മാത്രമേ കീപ്പ് ചെയ്തോളൂ. അങ്ങനെയാണ് ഇതിനെ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന രീതി. അതാണ്, സമയമുണ്ടെങ്കിൽ മാത്രം. സ്കാൽപ്പിംഗ് ആണ്, പക്കാ സ്കാൽപ്പിംഗ് ആണ് സിസ്റ്റം. 1 മണിക്കൂർ കൊണ്ട് സ്കാൽപ്പ് ചെയ്യാൻ 1 hour സ്കാൽപ്പിംഗ്, 1 hour സ്കാൽപ്പ് ചെയ്യാൻ ഇറങ്ങാം. ഇപ്പൊ ഈ TP നമ്മൾ കൊടുത്തു തന്നെ, ഇത് നമ്മളെ ഫസ്റ്റത്തെ അപ്ഡേഷനിൽ TP ഒന്നും ഇല്ല, നമ്മളെ ഫസ്റ്റ് വന്ന സിസ്റ്റത്തിൽ TP ഒന്നും ഇല്ല. അതൊന്നും കൂടി ആ കോംപ്ലിക്കേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ TP ആഡ് ചെയ്തത്. കുറേ ആൾ റിക്വസ്റ്റ് ചെയ്തു ആ TP കൂടെ ഒന്ന് വെച്ചാൽ കൺഫ്യൂഷൻ കുറയുന്ന രീതിയിൽ. ഈ കഴിഞ്ഞ മാസമാണ് TP തന്നെ വന്നത്. എക്സിറ്റ് ഇൻഡിക്കേഷൻ കിട്ടുന്നത് വരെയോ 1 മണിക്കൂർ കംപ്ലീറ്റ് ആവുന്നത് വരെയോ 1 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് അത് ഹോൾഡ് ചെയ്യാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ 1 മണിക്കൂർ കൂടുതൽ മാർക്കറ്റ് സ്പെൻഡ് ചെയ്തുകൂടാ. അതിന്റെ ഒരു മേജർ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തി, ഇപ്പൊ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഒരു വ്യക്തി 1 മണിക്കൂറിൽ കൂടുതൽ മാർക്കറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ആൾക്ക് പ്രോഫിറ്റ് തന്നെ കിട്ടണം, ലോസ് അക്സെപ്റ്റ് ചെയ്യൂല ഒരിക്കലും. ലോസ് ആ വ്യക്തി ഹ്യൂമൺ എന്ന് പറയുന്ന ഒരാൾ ലോസ് അക്സെപ്റ്റ് ചെയ്യൂല. അവിടെ ലോസ് വരും. ലോസ് വന്നു കഴിഞ്ഞാൽ ആൾ വീണ്ടും അതിനെ റിക്കവർ ചെയ്യാൻ പോകും. ഇങ്ങനെയാണ് ഈ റിക്കവറി നടക്കുന്നത്. ക്യാപിറ്റൽ തീരുന്നവരെ റിക്കവർ ചെയ്യാം. ഇപ്പൊ ഇവിടുന്ന് കണ്ട മാർക്കറ്റ് വലിയൊരു ട്രെൻഡ് നടക്കുന്നില്ല. ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ നേരത്തെ ആ 1 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആവണം. ഇത് TP 1 കംപ്ലീറ്റ് ചെയ്തു, അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സലായി. അതാണ് ഇപ്പം നടക്കുന്നത്. വലിയ മൂവ്മെന്റ് ഇല്ല മാർക്കറ്റിൽ. 5 മിനിറ്റിന്റെ സ്കാൽപ്പിംഗ് 1 മണിക്കൂർ കൊണ്ട് തീരണം. അതാണ് അതിന്റെ ഒരു യഥാർത്ഥ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ അല്ലേ സാറിന്? നമ്മൾ ആദ്യത്തെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയോ? എല്ലാവർക്കും ചോദിക്കാട്ടാ, കൈ പൊന്തിക്കുന്നുണ്ട്, ചോദിക്കാം, ഡൗട്ടുകളൊക്കെ ചോദിക്കാം. ക്ലിയർ ചെയ്ത് തന്നെ പോവാം, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഇതെന്തായാലും ഇതായിട്ട് സിങ്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളെ കൂടെ നിങ്ങൾക്ക് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നിങ്ങളെ സ്ട്രാറ്റജിയുടെ കൂടെ ക്യാപിറ്റൽ എത്രയായിരുന്നു? ഇപ്പോൾ എൻ്റെ ക്യാപിറ്റൽ വരുന്നത് ഓൾമോസ്റ്റ് $20,000. ഞാൻ മിനിമം $20,000 കീപ്പ് ചെയ്യും. ആക്ച്വലി 2 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എത്ര എമൗണ്ട് കീപ്പ് ചെയ്താലും അതിൻ്റെ നിങ്ങൾക്കൊരു കോമ്പൗണ്ടിങ് സിസ്റ്റം ഞാൻ തരും എല്ലാവർക്കും. ഞാനിപ്പം ഈ $5 എന്ന് പറയുന്നത് $5 മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് $100 ഉള്ള ഒരാൾ $5 മേക്ക് ചെയ്തിടും. എൻ്റെ സിസ്റ്റത്തിൽ മാക്സിമം 3% ലോസുമാണ് 1 ഡേ. അതിന് $45,000 അയക്കാനാലും വെറും $450 മേക്ക് ചെയ്തിടും. അതിൽ മാക്സിമം 3% ലോസാണ് 1 ഡേ. അപ്പം അത് എനിക്കൊരു കോൺസെപ്റ്റ് എൻട്രി ചെയ്ത ശേഷം ഈ കൺഫർമേഷൻ കിട്ടുന്ന വരെ മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കണ്ടേ? നിങ്ങൾക്ക് ഓൾറെഡി 5 years എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന സമയം നിങ്ങൾക്ക് അത്രയും സമയം കൺഫർമേഷൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു എൻട്രി അവിടെ വരുന്ന സമയം അതിന് 50% കൺഫർമേഷൻ പാസ്സാണത്. ബാക്കിയുള്ളതാണ് ആ ചാർട്ടിൽ നിന്ന് നമ്മൾ നോക്കേണ്ടത്, ടാലി ആക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കൺഫർമേഷൻ എൻട്രി ആവാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ആ കാര്യങ്ങൾ മെല്ലെ നന്നാക്കലേ, കാര്യങ്ങൾ മാറി മാറി ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് ഒരു ബുള്ളിഷിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അവിടെ എൻട്രി വരും, സ്പോട്ടിൽ എൻട്രി വരും. നമുക്കൊരു 1 മിനിറ്റിലിട്ട് ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റിൽ സ്കാൽപ്പിങ് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു എൻട്രി വന്നു. ഇപ്പം എന്താണ്, സ്ട്രോങ് ആയിട്ട് ഇവിടെ ഫുള്ള് ബൈ ആണ്. ഇപ്പോൾ ഇവിടെ ഒരാൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഞാൻ ചെറിയൊരു എൻട്രി ഇവിടെ എടുക്കാം. ഓക്കെ, കൺഫേം ഫുള്ള് ബൈ ആണ്, നല്ല സ്ട്രോങ് ബൈയാ. അവിടെ മാർക്കറ്റ് തന്നെ എൻട്രി ആവും, SL കീപ്പ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഇവിടെ നിന്നാകുന്നത് ഒരു $1 ഒന്നുമില്ല. ഇവിടെ SL കീപ്പ് ചെയ്യുന്നത് ഒരു $1 ഒന്നുമില്ല. അവിടെ 0 ആണ് റിസ്ക് കാണിക്കുന്നത്. ഞാൻ കുറച്ച് SL കീപ്പ് ചെയ്യുന്നതാ, TP സെറ്റ് ചെയ്ത് വെക്കും ചെറിയ രീതിയിൽ. ഓക്കെ, ഇനി വെയിറ്റ് ചെയ്യാം മാർക്കറ്റിൽ. ഈ ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പോയി കഴിഞ്ഞാൽ അത് പോയിക്കൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്, കുഴപ്പമില്ല. ഇനി മാർക്കറ്റ് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റിലാണ്, 1 മിനിറ്റിൽ എടുത്തുകൂടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണിച്ചാൽ. അതായത് ഇപ്പം അലൈൻഡാണ്, ഇതേപോലെ വരും ബുള്ളിഷിൽ. അലൈൻഡാണെങ്കിൽ ഇത് ഇവിടെ തന്നെ വന്നില്ലല്ലോ, സ്റ്റാർട്ടിങ് തന്നെ ഇതേപോലെ അലൈൻഡാവും. ഒരു ബുള്ളിഷ് എൻട്രി എടുക്കുന്നതിൻ്റെ 100 ഇത് ഇപ്പോൾ ഒരു 90% കൺഫർമേഷൻ ഉണ്ട്. ഇതേപോലെ അലൈൻഡായിട്ട് വരും 5 മിനിറ്റിൽ. ഈ രീതിയിൽ ബുള്ളിഷ് ആവും, അലൈൻഡാവും, അക്യുമുലേഷൻ ആവും, റീറ്റെയിൽ ഫ്ലോ. ഇവിടെ റൈസിങ് ആണെങ്കിൽ ഒന്നും കൂടിയും കൺഫേം ആയി, ഒന്നും കൂടി ആയി. സ്റ്റേബിളാണ്, 10/0 ആണ് റിസ്ക് ഉള്ളത്. സേഫ്റ്റി ഗാർഡ് കുഴപ്പമില്ല, സെക്യൂർഡാണ്. 1/3 ഉണ്ട്, Z സ്കോർ പ്ലസ് ഉണ്ട്, ഫാളിങ് സേഫാണ്, വാലിഡാണ്, ട്രാപ്പില്ല. ഇവിടെ ഹോൾഡ് ചെയ്യുക, 1 മിനിറ്റിൽ എടുക്കുക, അവിടെ ഹോൾഡ് ചെയ്യുക. അതാണ് 1 മിനിറ്റിൽ ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് മാർക്കറ്റ് നിങ്ങൾ ചെയ്യുക, നിങ്ങൾ പറയുന്ന ഏത് പെയർ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിനും സെയിം പ്രൊസീജിയറാണ്, പ്രൊസീജിയർ ഒന്നിലും മാറാനില്ല, സെയിം പ്രൊസീജിയർ. ഇപ്പോൾ ഇവിടെ കണ്ട 1 മിനിറ്റിൽ സ്ട്രോങ് സെല്ല്. ഗോൾഡിൽ ഇപ്പം ബൈ ആണോ സെല്ലാണോ ഹോൾഡ് ചെയ്യുന്ന? ഗോൾഡിൽ നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ എടുത്ത എൻട്രി നമ്മൾ ക്ലോസ് ചെയ്തു. അതാവില്ല, 1 മണിക്കൂർ കൊണ്ട് അത് കംപ്ലീഷൻ നടന്നിട്ടില്ല. നമുക്ക് കഴിഞ്ഞു, നമ്മൾ 1 മണിക്കൂർ തന്നെ മാർക്കറ്റ് സ്പെൻഡ് ചെയ്തു. അത് അവിടെ ക്ലോസ് ചെയ്തു ഓൾമോസ്റ്റ് ഒരു $1 ഉള്ളിൽ. ഇതിലാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. നമ്മൾ ക്ലോസ് ചെയ്തത്. അത് സിസ്റ്റം ഫോളോ അപ്പ് ചെയ്താൽ അത് ഏറ്റവും നല്ലതാണ്. ആ സിസ്റ്റം കീപ്പ് ചെയ്യാന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഓക്കെയാണ്, ബെറ്ററാണ്, ഫോളോ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം റൂൾസ് ബ്രേക്ക് ചെയ്യുക. പിന്നെ ഞാനായിക്കോട്ടെ, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ 1 മിനിറ്റിലാണിത്, 5 മിനിറ്റിലാണ് ഇവിടെ റോക്കറ്റ് എന്ന് പറഞ്ഞത് വരുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് അവസ്ഥ? ഇവിടെ ബുള്ളിഷാണ്, ഇവിടെ കോൺഫ്ലിക്റ്റ് ആണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ എന്താണ്, ബിയറിഷ്, നല്ല ഒരു സ്ട്രോങ് ബിയർ ഒന്നുമില്ല, 10/2 ആണ്. ഇവിടെ ഇത് 3 നെഗറ്റീവാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് 3 നെഗറ്റീവാണ്. ഇപ്പോൾ റൈസിങ് റിസ്ക് ആണ് കാണിക്കുന്നത്, ഡെൻസിറ്റി ഇതാണ്. ഈ 3 നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് പോസിറ്റീവ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതല്ലെങ്കിൽ ഈ $2 ഇപ്പോൾ ഒരു 75% കൺഫർമേഷൻ കിട്ടി, 85 കിട്ടിയെടുത്ത്. ഈ $2 നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഈ എൻട്രി TP1 ഒക്കെ എന്തായാലും എത്തും. റോക്കറ്റ് ഉള്ളത് കൊണ്ട് ആ ക്യാൻഡിൽ സ്ട്രോങ് ആയിരിക്കും. ഇവിടെ റോക്കറ്റ് വന്നിട്ടുണ്ട്, ഇവിടെയാണ് എൻട്രി വന്നത്. ഈ റോക്കറ്റ് ഉള്ളത് കൊണ്ട് ക്യാൻഡിൽ സ്ട്രോങ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ബൈ, ചെറിയ രീതിയിൽ ബൈ നിങ്ങൾക്ക് അവിടെ
ഒരു ബൈ അവിടെ എടുക്കുക, ഒരു ബൈ അവിടെ എൻട്രി ആവാം. ഏതാ ഇത് കണ്ട, ഇത് സ്റ്റാർട്ടിങ് ആകെ 2 ക്യാൻഡിൽ വന്നിട്ടും പുതിയത്. ഇതാ നമുക്ക് ഇവിടെ റിസ്ക് എത്ര, $2 നമ്മൾ ഇതിൽ വെക്കുന്നില്ല. മാക്സിമം ഇതാ ഒരു $1 അടുത്ത് റിസ്ക് കീപ്പ് ചെയ്യാം. ചെറിയ എൻട്രി അല്ലേ, $1 വെക്കുന്നില്ല. അത് കീപ്പ് ചെയ്യാം, അവിടെ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിലല്ലേ ഈ ഡെൻസിറ്റി. ഇത് കണ്ടോ ഇപ്പോൾ ഇവിടെ റൈസിങ് റിസ്ക് ആണ്. ഇതൊക്കെ ആയിട്ട് ഞാനിവിടെ എൻട്രി ഞാൻ എന്താക്കി, എന്തുകൊണ്ട് ഹോൾഡ് ചെയ്തു? ഇവിടെ നമുക്ക് റോക്കറ്റ്, ഇത് കൺഫർമേഷൻ ഉണ്ട്, ഇതും മാർക്കറ്റ് കൺഫർമേഷൻ ആണ്. ഈ റോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഞങ്ങൾക്ക് ഒരു 60% കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ 2% റിസ്ക് എടുക്കുന്നു. ഓക്കെ, ഞാൻ വില്ലിംഗ് ആണ്. ആ മെന്റാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ആ ട്രേഡ് എടുക്കുക, അറ്റംപ്റ്റ് ചെയ്യുക. 1% ഇത് എന്തായാലും TP1 എത്തും. ഏത് ട്രേഡും TP1 എത്താതെയാണ് മാർക്കറ്റ് റിവേഴ്സലിൽ വരില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. TP1 എത്താതെ മാർക്കറ്റ് റിവേഴ്സൽ വരില്ല. ഇതാ ഓൾമോസ്റ്റ് ഇപ്പൊ TP എത്തി. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് കണ്ട, ഇതിപ്പോ ഇവിടെ എത്തി. TP2 എത്തിയിട്ട് താഴേക്ക് ഇറങ്ങി. ഇതാ കയറുന്നതാ. 1 മിനിറ്റിലാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. TP2 എത്തിയത് ഇടം വരെ അടിച്ചിട്ടാണ് മാർക്കറ്റ്. ഇതാ ലൈവാ. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോ ചില ആൾ ഒരാഴ്ച കൊണ്ട് പഠിക്കലല്ല, ഇതായിട്ട് അറ്റാച്ച് ചെയ്യുക. നിങ്ങളൊരു പുതിയ ബൈക്കോ കാറോ വാങ്ങിക്കഴിഞ്ഞാൽ അതൊന്ന് പഠിച്ചെടുക്കേണ്ട ടൈം. അതേപോലെ തന്നെ നിങ്ങളൊരു ഇല്ലല്ല അല്ല 1 ഹവറിലും ചെയ്തു. 1 ഹവറിൽ നല്ല എൻട്രി കിട്ടും. 1 ഹവർ 4 ഒക്കെ സൂപ്പർ എൻട്രിയാ. അതിൽ റിസ്ക് ഒരു 5% മേലെ കീപ്പ് ചെയ്താൽ മതി. ക്യാപിറ്റലിന്റെ മാക്സിമം 10% കീപ്പ് ചെയ്യുക. അതേപോലത്തെ പ്രോഫിറ്റും കിട്ടും. 1 ഹവറിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ 1 ഹവർ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഏത് മാർക്കറ്റാ പറയാം, ഞാനത് എങ്ങനെ അലൈൻഡ് ആക്കൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 5 മിനിറ്റിൽ നോക്കേണ്ട ഒരാൾ അലൈൻഡ് ആവേണ്ടത് ഇവിടെയാണ്. അതായത് ഇവിടെ കാണിച്ചു തരും. 5ഉം 15 ആണ് 5 മിനിറ്റിൽ ചെയ്യുന്ന ഒരാൾ നോക്കേണ്ട മാർക്കറ്റ് എന്ന് പറയുന്നത്. 5ഉം 15ഉം 15 മിനിറ്റിൽ നോക്കേണ്ട ഒരാൾ 15ഉം 1 ഹവറാണ് അലൈൻഡ് ആവേണ്ടത്. 15ഉം 1 ഹവറും. 1 ഹവറിൽ ചെയ്യുന്ന ഒരാൾ 1 ഹവർ എടുക്കാം. 1 ഹവർ ചെയ്യുന്ന ഒരാൾ 1 ഹവറും 12 ഹവറും അലൈൻഡ് ആവാം. ഇതാ ഇപ്പൊ ഇവിടെ എന്താണ് 1 ഹവറിൽ സോറി 1 ഹവർ എടുക്കാം. 1 ഹവറിൽ ഇതാ 1 ഹവറും 4 ഹവറും അലൈൻഡ് ആവാം. അപ്പോൾ 1 ഹവറിൽ ഒരു സെൽ എൻട്രിയാ. അപ്പോൾ ഇവിടെ എത്രയാണ് റിസ്ക് ഉള്ളത്? 4%. ഈ 4% റിസ്ക് കീപ്പ് ചെയ്യണം. മനസ്സിലായോ? 4 to 5% റിസ്ക് എടുക്കണം. അതിൽ 1 ഹവറിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ 1 ഹവറും 4 ഹവറും അലൈൻഡ് ആക്കിയാൽ മതി. നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ 1 മിനിറ്റിൽ ഇട്ട് കാണിക്കുന്നത് അതിൻ്റെ ആക്യൂറസി കാണിച്ചു തരാനാണ്. ഞാൻ ഇത്രയും ധൈര്യത്തിൽ ഈ ധൈര്യം നിങ്ങൾക്ക് കയ്യിൽ കൊടുക്കുക. ഈ ഒരു ഇതിൽ കാണിക്കണമെങ്കിൽ ആക്യൂറസി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ് 1 മിനിറ്റിൽ ഇട്ടിട്ട് ട്രേഡ് എടുത്തത്. നമുക്ക് വാല്യൂ, അതിൻ്റെ ബാക്ക് എൻഡിലെ വാല്യൂ ഒക്കെ നമുക്ക് റിയൽ വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇതായിട്ട് സിങ്ക് ചെയ്യേണ്ട ഒരു ടൈം, അത് ഞാൻ പറഞ്ഞില്ല, ഓരോരുത്താൾ ക്യാച്ച് ചെയ്യുന്ന പോലെ 1 ഡേ നമുക്കൊരു അത്രയും ഒരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അവർക്ക് നിങ്ങൾ ഒരു ഓഫ്ലൈൻ വന്നു കഴിഞ്ഞാൽ മോർണിംഗ് ഒരു 10 മണിക്ക് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇരിക്കാൻ ഓക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഞാൻ നന്നാക്കി തരും. ഞാനത് കംപ്ലീറ്റ് ചെയ്തുതരാം. നിങ്ങൾക്ക് ഒരു ദിവസം വൈകുന്നേരം വരെ ഇരിക്കാൻ റെഡി ആണെങ്കിൽ, ഒരു 3 മണി ഇരിക്കുകയാണെങ്കിൽ അത് ഓരോ സെക്ഷൻ വന്നാൽ മതി. ഒരു മൺഡേ ഒരു സെക്ഷനിൽ വരാം, ഒരു 4 ദിവസം കഴിയുക, ഒരു 1 വീക്ക് പ്രാക്ടീസ് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺലൈൻ ചോദിക്കുക. അടുത്ത മൺഡേ നിങ്ങൾക്ക് എല്ലാ ദിവസവും വരുന്ന നിങ്ങൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഓഫീസ് ഓപ്പൺ ആണ്, ഫ്ലോർ ഓപ്പൺ ആണ്, എല്ലാവർക്കും വരാം. അതിനൊന്നും പ്രശ്നമില്ല. ഡൗട്ടുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച കൊണ്ട് എല്ലാം ക്ലിയർ ആക്കാൻ പറ്റും. ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ചെയ്യുക. നമ്മൾ വെറുതെ നിങ്ങൾ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതിനെന്നാക്കാൻ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അത് ഞാൻ പറഞ്ഞുതരും എന്താണെന്നുള്ളത്. ഒരാൾ മനസ്സിലാക്കുന്നത് ന്യൂസ് ടൈമിലൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ന്യൂസ് ടൈമിലൊക്കെ നിങ്ങൾക്ക് എൻട്രി എടുക്കാം, ധൈര്യമായിട്ട് എടുക്കാം. നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ കോർപ്പറേറ്റിനും ഇൻസ്റ്റിറ്റ്യൂട്ട് ബയേഴ്സിനൊക്കെ ഫോളോ അപ്പ് ചെയ്യുക. അവരെയാണ് നമ്മൾ ടാർഗറ്റ്. അവരെ കൂടെ തന്നെ എൻട്രി എടുക്കാം. ഇപ്പൊ നിങ്ങൾക്കൊരു എല്ലാവർക്കും ഒരു കാര്യം ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും. അതായത് എന്തുകൊണ്ട് 1 ഹവർ കൊണ്ട് ഞാൻ ഇവിടുന്ന് റിവേഴ്സൽ ഞാൻ അവിടുന്ന് എക്സിറ്റ് ആയിട്ടില്ലെങ്കിൽ ഇപ്പം എന്താണ് സിറ്റുവേഷൻ? നമ്മൾ എൻട്രി എടുത്ത പോയിന്റ് ഇവിടെയാണ്. എൻട്രി എത്തി മാർക്കറ്റ് ലോസിലേക്ക് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായില്ല എല്ലാവർക്കും? നമ്മൾ ഈ പോയിന്റ് നിന്നാണ് എക്സിറ്റ് ആയത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നിന്ന്
നമ്മൾ അവിടെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, 1 മണിക്കൂർ, അരമണിക്കൂർ കൊണ്ട് ഒരു SL അടിക്കണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് SL ആവും, അതല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് പ്രോഫിറ്റ്. ഇത് രണ്ടിൻ്റെ ഇതായിട്ടില്ലെങ്കിൽ എവിടെയാണ് അത് വെക്കുന്നത് അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയിക്കോളാം. കൂടുതൽ സമയം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യണ്ട. അപ്പം അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. നമ്മളെ കയ്യിലെ പ്രോഫിറ്റിനെ എപ്പോഴും സേഫ് ആക്കാൻ നോക്കാം, എപ്പോഴും സേഫ് ആയി. ഇതിലേക്ക് ഇവിടുന്ന് എക്സിറ്റ് ആകട്ടെ, ഇത് എക്സിറ്റ് ആയി. 1 മിനിറ്റാണ് ഷടയെന്ന് പറഞ്ഞ കാര്യങ്ങൾ മാറും. അപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ഇവിടെ ഇപ്പം നടന്ന സിറ്റുവേഷൻ, എന്താണ് കാര്യങ്ങൾ എന്താണെന്നത് ഒരു ഡൗട്ട് ചോദിക്കുന്നത്. ഡൗട്ടൊക്കെ ചോദിക്കാം. ഞാൻ എക്സ്പ്രസിലാണ് ട്രേഡ് ചെയ്യുന്നത്. എക്സ്പ്രസ് MT5ലേക്ക് കണക്ട് ചെയ്ത് ഒരു മിനിറ്റ്. ഇപ്പൊ ഇവിടെ ഒരു സ്ട്രോങ് ബൈ വന്നിട്ട്, ഓക്കെ, സോറി, പറഞ്ഞു. സോറി, ഞാൻ വിചാരിച്ചത് ഗോൾഡിൽ സ്ട്രോങ് ബൈ വന്നതാണ്, എൻട്രി കാണിച്ചു തരാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. ഓക്കെ, പറഞ്ഞു. ഓക്കെ, അപ്പൊ എക്സ്പ്രസ് MT5ലാണ് ഞാനിപ്പോ ചെയ്യുന്നത് നിലവില്. അപ്പൊ നമുക്കത് ഡയറക്റ്റ് ട്രേഡിംഗിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എക്സ്പ്രസ്? ഇല്ല, പറ്റൂല. അപ്പൊ നമ്മൾ ഇതിൽ എൻട്രി നോക്കിയിട്ട് ഞാൻ MT5ൽ എൻട്രി എടുക്കണം, അങ്ങനെയല്ലേ? യെസ്, XNSൽ നോക്കുന്ന സമയം അതിന്റെ വാല്യൂ ഉള്ള ചാർട്ട് തന്നെ ഇതിൽ ഓപ്പൺ ആക്കാട്ടാ. സെയിം വാല്യൂ ഉള്ള ചാർട്ട് ഓവാണ്ട് എടുത്താൽ മതി. ഓക്കെ, പക്ഷെ അതില് വേറെ ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞില്ലേ, ഏതാണ് നമ്മുടെ ബിനാൻസിന്റെയും ഇതിന്റെയും ചാർട്ടിൽ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ സംസാരിച്ചില്ലേ? അപ്പൊ ഇതില് കാണിക്കുന്നത് ശരിക്കും ബിനാൻസിന്റേതാണോ അല്ല നമ്മൾ ഉപയോഗിക്കുന്ന ചാർട്ടിന്റെ അല്ലേ കാണിക്കുക എൻട്രി? യെസ്, ഇതിലിപ്പോ കാണിക്കുന്നത് സെയിം ബിനാൻസിന്റെ ബ്രോക്കറിന്റെ ചാർട്ടാണ്. അതിലുള്ള വാല്യൂ ഇത്ര തന്നെയാണ്. ബ്രോക്കറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ എൻട്രി ആയിരിക്കത്തില്ല കാണിക്കുന്നതെന്നാണോ? അങ്ങനെയല്ല, നിങ്ങളിപ്പോ ഒവാണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാല് ഒവാണ്ടിൽ ഇതല്ല കാണിക്കല്. ഇത് ബിനാൻസിന്റെ ബ്രോക്കർ ഡാറ്റ സപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ ഇതാണുള്ളത്. അതായത് ബിനാൻസിന്റെ ഡാറ്റ USDT ആണ്, USD അല്ല. ഓക്കെ, അതിന്റെ ഒരു വ്യത്യാസമാണ്, ഡോളറിന്റെ ഒരു വ്യത്യാസമാണ് അവിടെ കാണുന്നത്. ഒരു 5.53 അങ്ങനെ ആവാം, അതാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, പിന്നെ വേറൊരു ഡൗട്ട്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇത് വാച്ച് ചെയ്ത സമയത്ത് 357.8 എങ്ങാനും ഒരു സ്ട്രോങ് ബൈ കാണിച്ചായിരുന്നു. ഓക്കെ, അതായത് 4357.80. പക്ഷേ ആ സെയിം ടൈമിൽ ചാർട്ട് 11 പോയിന്റ് മുകളിലായിരുന്നു. ഇവിടെ എൻട്രി കാണിച്ച സമയമാണ്. അതെ, എൻട്രി കാണിച്ചത് 4357 പോയിന്റ് സംതിങ്. ഇത് 1 അവർ ആണ്. ഇത് 1 അവർ. ഇത് 5 മിനിറ്റിലാണ് നോക്കിയത്. 5 മിനിറ്റില്. ഇതും 5 മിനിറ്റ് ആണല്ലോ ഇതിലുള്ളത്, ചാർട്ട് കാണുന്നില്ലേ? ഓക്കെ, ഒന്ന് സൂം ചെയ്ത. കാരണം നിങ്ങളെടുത്ത എൻട്രി പറയുന്നത് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെടുത്ത സ്ഥലം ഞാൻ പറഞ്ഞുതരാം. സെയിം തന്നെയാണ് ഞാനും പറയുന്നത്. അതായത് മാർക്കറ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ മൂവ് ആയതിനു ശേഷമാണ് ഇവിടെ സ്ട്രോങ് ബുള്ളിഷ് എന്ന് പറഞ്ഞത് വന്നത്. ഇവിടെ 43 ഇതിന്റെ എൻട്രി വന്നത് എവിടെയാന്ന് വെച്ചാല് ഈ 4358. ഓക്കെ, 5758 ഈ എൻട്രി ഈ ക്യാൻഡിൽ കണ്ടോ? അതായത് നമുക്ക് ഇത് ആദ്യത്തെ കൺഫർമേഷൻ, ഇത് ഈ സ്ട്രോങ് ബൈ വരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്ക് നല്ല, അതായത് ഏത് ക്യാൻഡിലിൽ എടുത്തുനിന്നാണ് അതിന്റെ സ്ട്രോങ് കൺഫർമേഷൻ കിട്ടുന്നത് അവിടെ നിന്നാണ്. ഇപ്പൊ ഇവിടുന്ന് കണ്ടു, ഇത് റോക്കറ്റ് ഇവിടുന്ന് വരാൻ തുടങ്ങി, ഇവിടുന്നേ റോക്കറ്റ്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ 4357 എന്ന് പറയുന്നത്, അതായത് 57ന്റെ ക്യാൻഡിൽ എന്ന് പറയുന്നത് 435 ഇതാ, ഞാൻ പറഞ്ഞുതരാം. 4357 ഈ ക്യാൻഡിൽ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പം ഇവിടെ എത്തിയതിനു ശേഷമാണ് 11 പോയിന്റ് മേലേക്ക് എത്തിയതിനു ശേഷമാണ് കൺഫർമേഷൻ കിട്ടുന്നത്. ഈ ഒരു പോയിന്റ്, ഓക്കെ, ഈ ഒരു പോയിന്റ് നിന്നാണ് കൺഫർമേഷൻ വന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാനത് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അതായത് അത്ര ഡിഫറൻസ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. അത് ഈ ഒവാണ്ടയും, അതായത് ഈ ഒവാണ്ട ഇവർക്ക് കൊടുക്കുന്ന ഡാറ്റന്റെ ഡിഫറൻസ് കൊണ്ടാണ് ആ ഒരു 5 പോയിന്റ് ഡിഫറൻസ് കാണിക്കുന്നത് മാർക്കറ്റിൽ. ഈ ഒവാണ്ട ഇപ്പൊ നിങ്ങളിപ്പോ ഞാനത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം.
ചോദിച്ചോ. കാര്യം ഒരാൾ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു, ചോദിക്കാട്ടാ. അല്ല, ഈ 5 പോയിന്റിന്റെ ഡിഫറൻറ്റ് വരുന്നത് നിങ്ങൾക്ക് ഞാനത് 1 മിനിറ്റിൽ ഇട്ട് ഞാനിത് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ആ ഒരു സാധനം മാറ്റി കാണിച്ചു തരാം. ഇതാണ്ട എൻട്രി വന്നു, സ്പോട്ടിൽ വന്നു എൻട്രി. ഇതാ അതിൽ എൻട്രി ആവാം. ഇതാ സ്പോട്ടിൽ വന്നു 1 മിനിറ്റ്. ഇതാ സ്പോട്ടിൽ വന്നതാ. സ്പോട്ടിൽ വന്നു, പക്ഷെ നമ്മളതില് വന്നില്ല. ഇതാ ആ ക്യാൻഡിൽ തന്നെ മാർക്കറ്റ് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെയാണ് വരിക. അതിപ്പോ ഞാൻ ഓവാണ്ട് എടുത്ത് നോക്കട്ടെ, ഓവാണ്ടിൽ എന്താ അവസ്ഥ നോക്കട്ടെ. അത് ഓരോ അതിൽ ഇതിൽ 5 മിനിറ്റ് ഫാസ്റ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. മാർക്കറ്റ് അവൻ ആ ഓവാണ്ട് എടുക്കാം. ഓവാണ്ട എടുക്കുന്ന സമയം നമ്മൾ ഉപയോഗിക്കുന്ന ചാർട്ടിനനുസരിച്ചിട്ട് സിഗ്നൽ വരണ്ടേ ശരിക്കും. നിങ്ങൾ അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഓവാണ്ട എടുത്തതാ. ഓവാണ്ടയിൽ വന്നിട്ടുണ്ടല്ല, സെയിം അല്ലേ? ഇതാ ഓവാണ്ടയിൽ വന്നിട്ടുണ്ട്. ഇതാ ഓവാണ്ടയിൽ വന്നിട്ടുണ്ടല്ലോ, സെയിം പോയിന്റ് ഇല്ല എടുക്കാൻ. ഇവിടെ വന്നു. ഇതാ നമ്മൾ നോക്കുമ്പോൾ ഓൾറെഡി മറ്റേ ക്യാൻഡിൽസ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് അത്രയും പോയിന്റ് ഡിഫറൻസ് വരുന്നത്. നോർമൽ ക്യാൻഡിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോർമൽ ക്യാൻഡിലായിട്ട് കമ്പയർ ചെയ്തുകൂടാ. ഇപ്പൊ നോർമൽ ക്യാൻഡിൽ എൻട്രി വന്നു, സ്പോട്ടിൽ വന്നു. ഇത് നോർമൽ ക്യാൻഡിലാണ്. എന്റെ എടുക്കാനില്ലാത്തോണ്ടാണ്. നോർമൽ ക്യാൻഡിൽ എൻട്രി ഉണ്ട് ഇവിടെ. സ്പോട്ടിൽ ഇതേപോലെ വരും, ഈ ഒരു കണ്ടീഷൻ തന്നെ വരും. ഇവിടെ തന്നെ വന്നു സ്പോട്ടിൽ. ഇത് നോർമൽ ക്യാൻഡിലാണ്. ഇതിപ്പോ ഹൈക്കനാഷ് ആണ്. ഇത് 1 മിനിറ്റിലാണ്. ഞാൻ അതിന്റെ ആക്യുറസി കാണിച്ചതാണ്. 1 മിനിറ്റിലേ ഉള്ളത്. ഇപ്പോൾ 1 മിനിറ്റിൽ ഡിലേ ഉണ്ടെങ്കിലേ നമുക്ക് 5 മിനിറ്റിൽ ഡിലേ. അതായത് ഒരു ചാർട്ട്, ഒരു സിസ്റ്റത്തിന്റെ ആക്യുറസി നിങ്ങൾ നോക്കണമെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, സിസ്റ്റം ആയിക്കോട്ടെ, അത് 1 മിനിറ്റിൽ ഇട്ടിട്ട് റൺ ചെയ്ത് നോക്കാം. 1 മിനിറ്റിലാണ് അതിന്റെ ഡിലേയും ആക്യുറസി നിങ്ങൾക്ക് തിരിയല്ല. ഇത് സ്പോട്ടിൽ വന്നു, ഈ സ്പോട്ടിൽ വന്നു. ഇപ്പൊ ഇതൊന്നാക്കാം. ഇതേപോലെ നിങ്ങൾക്ക് 5 മിനിറ്റിലും വരും. ഈ സ്പോട്ടിൽ മാർക്കറ്റ് റിവേഴ്സൽ കണ്ടീഷൻ വരികയാണെങ്കിൽ സ്പോട്ടിൽ വരും. ഇതാ നമ്മളിപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടല്ലോ. ഇതാ ഈ സ്പോട്ടിൽ നിങ്ങൾക്ക് വരും കണ്ടീഷൻസ്. അതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം അത് എന്താണെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് നോർമൽ ഒരു സ്ട്രോങ് ബുള്ളിഷും ഒരു സ്ട്രോങ് ബിയറിഷും ഇന്ന് നോക്കി. രണ്ടിലും ഏകദേശം ഒരു 10 പോയിന്റിന്റെ അടുത്ത് ഡിഫറൻസ് ഉണ്ട്. അതായത് ഇപ്പൊ 57 കാണിച്ചാൽ ഒരു 68 എത്തുമ്പോഴാണ് ഈ 57 അവിടെ അപ്പിയർ ആവുന്നത്. ഇതിപ്പോ സ്ട്രോങ്ങിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ലൈവ് മാർക്കറ്റിൽ വന്നതാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 43.86 ഒരു 4-5 പോയിന്റ്. ഇപ്പൊ ഇത് കൺഫർമേഷൻ വരുമ്പോഴാണ് കൺഫേം 5 പോയിന്റ്. ഇപ്പൊ ഓവാണ്ടിൽ 5 പോയിന്റ് ഡിഫറൻസ് ഓവാണ്ടിലും കാണിക്കും. അതായാലും എൻട്രി ഇതാ ഇപ്പൊ ക്രാഷ് ആകുന്നുണ്ട് മാർക്കറ്റ്. ഇപ്പൊ 5 മിനിറ്റിൽ എന്താണ് അവസ്ഥ? 5 മിനിറ്റിൽ എടുക്കുന്ന സമയം ക്രാഷ് ഒക്കെ ആണെങ്കിൽ എൻട്രി എടുക്കാട്ടോ. 5 മിനിറ്റിൽ ഇതന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. 5 മിനിറ്റിൽ ഇപ്പൊ ഒരു ബുള്ളിഷ് വന്ന് കാണുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഇതാ 5 മിനിറ്റിൽ ബുള്ളിഷ് വന്നിട്ടുണ്ട്. ഇത് നോർമൽ ക്യാൻഡിലാണ്. അത് നോർമൽ ക്യാൻഡിലാണ്. ഹൈക്കനാഷിൽ വന്നിട്ടില്ല. അത് നോർമൽ ക്യാൻഡിൽ വന്നതാണ് കേട്ടോ ബുള്ളിഷ്. ഞാൻ ഹൈക്കനാഷ് എടുക്കാൻ പറയുന്നത്. ഹൈക്കനാഷിൽ എൻട്രി കുറയും, അത് പ്രോപ്പർ എൻട്രി ഉണ്ടാവും. അത്രയും ഒരു 60-65 അത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മേക്ക് ചെയ്ത സിസ്റ്റമാണ്. ഒരു 60-65% കൺഫർമേഷൻ എൻട്രി മാത്രമേ ഹൈക്കനാഷിൽ വരും. SL ഹിറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ വളരെ ലൈറ്റാണ്. SL ഹിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഹൈക്കനാഷിൽ എനിക്ക് ഇതുവരെ SL ഹിറ്റ് ചെയ്യാം. ഒരു ഡൗട്ട് ഉണ്ട്, ഫൈനൽ ഡൗട്ട് ആണ് എന്റെ. അതായത് നമുക്ക് ഇതിൽ ഇന്നലെ ആരോ പറഞ്ഞായിരുന്നു. അതായത് ഇതിൽ ഒരുപാട് നമുക്ക് എന്താണ് ബൈ സെല്ല് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇത് വരുന്നുണ്ടെന്ന്. മീൻസ് ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരുന്നുണ്ടെന്ന്. നമ്മൾക്ക് അതിപ്പോ ഓൾറെഡി കഴിഞ്ഞു പോയി. ഇപ്പൊ ഒരു സ്ട്രോങ് ബുള്ളിഷ് കാണിച്ചു, കുറെ സമയം കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ട്രോങ് ബിയറിഷ് തന്നു. ആ സമയത്ത് അത്ര വരെയുള്ള സിഗ്നൽസ് ഓഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല ഓപ്ഷനും ഉണ്ടോ? അതായത് ഒരു ബുള്ളിഷ് വന്ന് ടാർഗറ്റ് ഒക്കെ കാരണം വെച്ചാൽ ഇതില് ഫുള്ള് ബൈ ST എൻട്രി എന്നൊക്കെ പറഞ്ഞ പഴയത് അത് നമ്മള് അടുത്തൊരു അപ്ഡേഷൻ മനസ്സിലാവും.
നമ്മൾ അടുത്ത അപ്ഡേഷനിൽ നമുക്കത് പരിഹരിക്കാം. നമ്മളത് ചെക്ക് ചെയ്യാൻ നമ്മൾ അതിന്റെ ഒരു പണി ചെയ്തുകൊണ്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയാണ്, കാരണം ഓൾറെഡി കഴിഞ്ഞത് നമുക്ക് പിന്നെ ആവശ്യമില്ലല്ലോ. ഇല്ല, അത് സംഭവം വെച്ചാല് മനസ്സിലായി. അത് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. എല്ലാവരും ഒന്ന്, അതായത് ഇത് കാൻഡിൽസിലേക്ക് ഇടുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. അധികം കാൻഡിൽസിലേക്ക് വരുമ്പോഴാണ്, നോർമൽ കാൻഡിൽസിലേക്ക് വരുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ. നോർമൽ കാൻഡിൽസിലുണ്ട് മൾട്ടിപ്പിൾ എൻട്രി, ചെറിയ സപ്പോർട്ട് ഏരിയയിലൊക്കെ എൻട്രി തരും. മൾട്ടിപ്പിൾ ചെറിയ സ്കാൽപ്പിംഗ് ആണല്ലോ, ചെറിയ എൻട്രീസ് കിട്ടും. ഏത് നോർമലിൽ വരും. ഇത് നോർമൽ കാൻഡിൽസ് ആണ്, കണ്ട. നേരെ ഹൈക്കനാഷിൽ മാറ്റി കഴിഞ്ഞാൽ ഇന്ന് ആകെ 2 എൻട്രി ഉണ്ടായിട്ട്, ഇതാ 1 3 എൻട്രി, 2 3. ഇതിന്ന് 8:15 ഉണ്ടായ എൻട്രി മോർണിംഗിൽ. ഇതിന്ന് ഒരു 2 മണിക്ക് ഉണ്ടായ എൻട്രി ഉച്ചക്ക്. ഇത് നമുക്കൊരു 7:30 ഉണ്ടായ എൻട്രി. 3 എൻട്രി, ആ 3 ടാർഗറ്റാ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഈ 2 കിട്ടണമെങ്കിൽ നമ്മൾ ഫുൾ ടൈം മാർക്കറ്റ് നോക്കി നിൽക്കണ്ടേ? അതായത് ഇതിപ്പോ ഇന്ന് ഈ സമയത്ത് ഒന്നും നോക്കണ്ട. നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ ഇരിക്കുന്ന, അതായത് ഞാൻ ഏറ്റവും ഈസി ആയിട്ട് പറഞ്ഞുതരാം. മോർണിംഗ് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക, ഈവനിങ് ഒരു 7 മണിക്ക് ശേഷം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. ഈ രണ്ടും നേരം 1 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. രാവിലെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ രാവിലെ ഇരിക്കുക, വൈകുന്നേരം ഇരിക്കുക. 1 മണിക്കൂർ നിങ്ങൾ ട്രേഡിങ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ മാർക്കറ്റ് സ്പെൻഡ് ചെയ്തേ പറ്റും. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇപ്പം ഇത്രയും സിസ്റ്റം ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് 1 മണിക്കൂർ. പേഴ്സണലി ഞാനൊക്കെ ഈ സിസ്റ്റം ഒന്നും ഇല്ലാതെ നമുക്ക് മാർക്കറ്റിൽ ഇത്രയും കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ 4-5 മണിക്കൂർ നിങ്ങൾ ഇരിക്കണം. ഇത്രയും അധികം കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ, ഇത്രയും ഡാറ്റ കിട്ടണമെങ്കിൽ, ഈ ഡാറ്റ നമുക്ക് മാനുവലി കിട്ടും. ഇത്രയും ഇതിൽ കാണുന്ന ഡാറ്റാസ് ഒക്കെ മാനുവലി നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. പേഴ്സണലി വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരും. പക്ഷെ ഞാനത് സെറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നം, ഞാൻ പോലും ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. ചെയ്യാത്തതുകൊണ്ടല്ല, ഞാൻ പോലും അറിയാതെ ഞാൻ പോലും എന്തായിക്കൂടാ ഇതിലേക്ക് വന്നുകൂടാ. അതായത് എന്താ പറയാ, എല്ലാ ട്രേഡ് എടുക്കുന്ന കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളറിയാതെ എന്താവും, നമ്മള് റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ഞാൻ പോലും ഇതുവരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം. അലേർട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുക, ഇവിടെ കൊടുക്കുക, അലേർട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്യാം. അപ്പൊ ആദ്യത്തെ 1 മാസം നമുക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കാനുണ്ട്. എല്ലാവരും അതായത് നമുക്ക് 1 മാസം നോക്കാം. നമുക്ക് ഡെയിലി ഒരു ടാർഗറ്റ് വെച്ചോണം. നിങ്ങൾക്ക് ഡെയിലി ഒരു ടാർഗറ്റ് ഞാൻ തരും. ആ ടാർഗറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്ത് പോവുക. അങ്ങനെ ഒരു 3 മാസം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഒരു 85% സോൾവ് ആവും. അത് ഞാൻ ഉറപ്പ് തരാം. ചെയ്യാൻ പറ്റുന്ന അതായത് ഒരു 3 മന്ത് ഇപ്പൊ നിങ്ങളെ കയ്യിലൊക്കെ സ്ട്രാറ്റജി ഇല്ല ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൽ. അപ്പം നിങ്ങൾ അതിന്റെ കൂടെ എന്നാക്കാ ഇതിനെ കൊണ്ടുപോവാ. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് ഓരോരുത്തരെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പാക്ക് ചെയ്ത് തരും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓരോരാളും മനസ്സിലാക്കുന്ന രീതികൾ ഡിഫറൻസ് ഉണ്ടാവും. നമ്മളൊരു ക്ലയന്റ് ഉണ്ട്, നമ്മൾ ഇതിൽ ആള് എക്സിറ്റ് ആയിട്ടുണ്ട്. ഈ ബോക്സ് ഒന്നും നോക്കാതെ ആളെ സിസ്റ്റത്തിന് ആൾക്ക് വേറെ സിസ്റ്റം തന്നെ ബിൽഡാക്കിയ ആള്. ഇതിന് എനിക്ക് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ആളുള്ളത് 1 മന്തിന് മേലെയായി ആ സെക്ഷനിലുണ്ട് ആള്. അപ്പം പോയി. അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ എന്നാക്കാ, നിങ്ങൾ ചില ആൾക്കാർ 1 വീക്ക് കൊണ്ട് തന്നെ പാക്കാവും. കൂടുതലും വരില്ല. നിങ്ങൾക്ക് ഓഫ്ലൈന് വരുന്നവരാണ്. ഓഫ്ലൈന് വന്നു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഡയറക്റ്റ് ഇതേ സിറ്റിങ് ഡയറക്റ്റ് 1 to 1 ആയിരുന്നു നിങ്ങളെ എല്ലാ സാധനം നമുക്ക് എന്നാക്കാം പാക്ക് ചെയ്ത് തരാൻ പറ്റും. അതായത് വീക്കിലി 1 ടൈം വന്നാൽ മതി. ഒരു വീക്ക് ഒരു പ്രാവശ്യം വരാൻ പറ്റുന്നവർ ഓൺലൈനിൽ പുറത്തില്ലവരൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം ഓൺലൈനിൽ തന്നെ ഒരു 1 to 1 നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. എല്ലാ ട്രേഡും എടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ നോക്കാം, അത് ഒഴിവാക്കാം. അത് വേണ്ട, നമുക്ക് എല്ലാ ട്രേഡും നമുക്ക് വേണ്ട. നമുക്ക് നിങ്ങൾ ഇത്രയും ആലോചിക്കണ്ട, നമുക്ക് 1 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്യാം. ഇന്ന് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ട്രേഡ് ഇല്ലെങ്കിൽ ഒന്നും ടെൻഷൻ ആവണ്ട. നാളത്തെ ട്രേഡിൽ ആ 2 ദിവസമൊക്കെ നമുക്ക് റിക്കവറി ആവും. അല്ലെങ്കിൽ മറ്റൊന്നുണ്ട് ട്രേഡ് അവസരങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നിപ്പോൾ മാർക്കറ്റ് നമുക്ക് ഇന്ന് രാവിലെ ഇരുന്ന എല്ലാവർക്കും നമ്മളെല്ലാവർക്കും രാവിലെ ഈ ട്രേഡ് കംപ്ലീറ്റ് ആയതാണ്. ഓൾമോസ്റ്റ് ഇന്ന് രാവിലെ തന്നെ എല്ലാവരും ടാർഗറ്റ് കംപ്ലീറ്റ് ആയതാണ് ഈ ഒരൊറ്റ ട്രേഡിൽ. ഇന്ന് ആരും ഇപ്പം എൻ്റെ അണ്ടറിലുള്ള എൻ്റെ കൂടെ ഉള്ള അതായത് നമ്മളെ ഈ ടൂള് പർച്ചേസ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് നമ്മുടെ ടീം ആരും ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റിലില്ല.
അവർ രാവിലെ 8 മണിക്ക് 8:15 എൻട്രി ആയി. ആരും ഇന്ന് മാർക്കറ്റിലില്ല. അവരെല്ലാം അവരവരുടെ ബാക്കി ഡ്യൂട്ടിയിലാണ്. ഇന്ന് കഴിഞ്ഞ അവരുടെ ട്രേഡിംഗ് സെക്ടറേ കഴിഞ്ഞ ഇന്നത്തെ. അത് ഓൾമോസ്റ്റ് ഇന്ന് എല്ലാവർക്കും അവരുടെ ടാർഗറ്റിന്റെ മേലിലേക്ക് ഈ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇന്നൊരു ടാർഗറ്റ് ഞാൻ കൊടുത്തൊരു 400 500 അല്ലെങ്കിൽ ഒരു $100 ടാർഗറ്റ് ആണെങ്കിൽ ഞാനത് അവർ അതിൽ കൂടുതൽ അവർ ഇന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനുണ്ടായിരുന്നു ഈ ട്രേഡിൽ പേഴ്സണലി. അതാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിറ്റിയിൽ എന്താണ് ഏതാണ് കമ്മ്യൂണിറ്റിയില്ലേ അതിൽ ആഡ് ചെയ്യാൻ? കമ്മ്യൂണിറ്റിക്ക് നിങ്ങളെ ആഡ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി. അതായത് എൻ്റെ കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ ആഡ് ചെയ്യുക. അത് നമ്മൾ ഓട്ടോമാറ്റിക്കാണ് ഞാൻ ആഡ് ചെയ്യും. നമ്മൾ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ആകാൻ നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഒരു 5 days കൊണ്ട് ഞാൻ ആഡ് ചെയ്യും. അത് നിങ്ങൾ എങ്ങനെയാണ് അത്? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇപ്പോ ആ നോർമൽ ക്യാൻഡിൽ ഉണ്ടല്ലോ, അതിലേക്ക് മാറ്റുമ്പോൾ സ്ട്രോങ് ബൈ വന്ന് കിടപ്പുണ്ട് 5 minutes. ഓക്കെ, അതിൽ വാല്യൂ കാണിക്കുന്നത് 4380 എൻട്രി പ്രൈസ്. ഓക്കെ, ആ സിഗ്നല്, അതായത് ആ സിഗ്നലിൽ വന്നത് ഏകദേശം 4085-86 ലെവലിൽ പോയതിനു ശേഷമാണ് ആ സിഗ്നൽ അപ്പിയർ ആയത്. അതിന് മുമ്പ് അത് ജമ്പായി വന്നു. അതിന് മുമ്പ് അത് വീണപ്പോഴത്തേക്ക് 4375 ആയിരുന്നു. അതൊരു കാര്യം. രണ്ടത് വെച്ചാലും ഈ ബൈനാൻസിന്റെ സിഗ്നലിൽ മറ്റേ ഫ്യൂച്ചറിന്റെ ഇൻഡിക്കേറ്റർ അല്ലേ അത്, ഫ്യൂച്ചറിന്റെ ചാർട്ട് അല്ലേ അത്, പെർപെച്വലിന്റെ. ഓക്കെ. അതപ്പോ നമുക്ക് ബൈനാൻസിന്റെ തന്നെ ഈ ബൈനാൻസിന്റെ ഫ്യൂച്ചറിന്റെ അല്ലാതെ എനിക്കൊന്ന് ഗോൾഡിന് ചാർട്ട് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ബൈനാൻസിൽ അതേ ഉള്ളൂ. പിന്നെ ഉള്ളത് വേണ്ടന്റെ ചാർട്ട്. ഇതിലിപ്പോ സിഗ്നൽ ഉണ്ടല്ലോ, ഇതിലിപ്പോ സിഗ്നൽ വന്നതാ ഇവിടെ വേണ്ട. ഈ ആരോ വേണ്ട, ഇവിടുന്ന് ആദ്യം ഒരു കൺഫർമേഷൻ വന്നു. അതിന് ശേഷം നമുക്ക് എന്തായി, ആ സിഗ്നൽ ഇവിടുത്തെ ഈ ക്യാൻഡിൽ വന്നു. ഈ ക്യാൻഡിലാണ് അത് വന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് അത് ഒന്നായി. പക്ഷെ ഇത് ഒന്നല്ല, ഇത് വാലിഡ് അല്ല കേട്ടാ. ഈ എൻട്രി വാലിഡ് അല്ല. ഇത് നോക്കിയാൽ വേണ്ട. ഇത് നേരെ തലതിരിച്ചുള്ളത്. ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് ഇങ്ങനെ നേരെ തലതിരിച്ചാണെങ്കിൽ എടുക്കുകയേ വേണ്ട. ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ ട്രെൻഡിലേക്ക് പോകുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് ആണ്, ബിയറിഷ് ആണ്, പിന്നെന്താണ് സെഡ് സ്കോർ മൈനസ് ആണ്, റൈസിംഗ് റിസ്ക് ആണ്. ഇത്ര ഇത് മാത്രമേ ബുള്ളിഷ് ഇല്ലൂ. ബാക്കിയെല്ലാം റെഡ് അല്ലേ? ബാക്കിയൊക്കെ റെഡാ, നേരെ തലതിരിച്ചില്ലത്. എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് അവിടെ ഒരു സ്ട്രോങ് ബൈ എന്നൊരു ഇത് വന്നു? നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് തരുന്ന ഇൻഡിക്കേഷൻ ആണല്ലോ ഇത്. അപ്പം ബാക്കിയുള്ള എല്ലാം നെഗറ്റീവ് കിടക്കുമ്പോൾ അവിടെ ഒരു അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ബൈ എന്നൊരു ഇൻഡിക്കേഷൻ വരാൻ പാടില്ലല്ലോ. അത് ഇപ്പൊ ഇത് ഹൈക്കനാഷിലാകുമ്പോ ഇൻഡിക്കേറ്റർ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. അത് അവിടെ ചെറിയ സപ്പോർട്ടിന് ചെറിയ ഏരിയയിൽ എൻട്രി എടുക്കാന്നുള്ള രീതിയിൽ വന്നതാണ്. ഹൈക്കനാഷിലായി വന്നിട്ടില്ല. ഇപ്പൊ ഹൈക്കനാഷിൽ ആ സിസ്റ്റം വന്നിട്ടില്ല. അതിപ്പോ നോർമൽ ഇൻഡിക്കേറ്ററിൽ, അതാ നോർമൽ ഇൻഡിക്കേറ്റർ അല്ലാതെ യൂസ് ചെയ്യുന്നത് നേരെ ഹൈക്കനാഷിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ അതൊന്നായിട്ടില്ല. അതായത് അതായത് ഇപ്പൊ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ 50% ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു എൻട്രി വരുമ്പോൾ അത് 50% അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത്. അത് ഇവിടുന്ന് വാച്ച് ചെയ്യാം. നമ്മള് മനസ്സിലാക്കി എടുത്തിട്ട് നമ്മൾ എൻട്രി എടുക്കുക. ഏതാണ് നമ്മള് മനസ്സിലാക്കിയിട്ട് നമ്മൾ എൻട്രി എടുക്കുക. പരമാവധി അവര് കാണിച്ചു തരും. 95% മാർക്കറ്റിൽ നടക്കുന്നത്. ഇപ്പൊ നോർമലി എല്ലാവരും ഇപ്പൊ ഈ രീതിയിലാണ് കാണേണ്ടത് മാർക്കറ്റ്. ഇതാണ് നോർമലി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് സിസ്റ്റം, ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ ഹൈക്കനാഷിലായാലും ഇത് തന്നെയാണ് എല്ലാവരും കാണുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലാണ് നോർമൽ എല്ലാവരും. അപ്പൊ എന്താണ്, നമുക്കൊരു കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ എല്ലാതും ചെയ്യാം. എല്ലാം നമ്മൾ തുറന്ന് കാണിച്ചു തരുന്നുണ്ട് സിസ്റ്റം ബാക്ക് എൻഡിൽ നടക്കുന്ന മുഴുവനും. അപ്പോൾ അത് ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ഒരു 1.5 ടൈമായി, 1.5 മണിക്കൂറായി. നാളെ ഈ സമയത്ത് തന്നെയാണോ ക്ലാസ്? നാളെ 8:30 തന്നെ ഉണ്ടാവും. ഇന്നൊരു ചെറിയ അപ്ഡേഷൻ ഉണ്ടായതാണ്. ഓഫീസ് വരുന്നത് കാലിക്കറ്റ് ആണ്. ഓഫീസ് വരുന്നത് മൊബൈൽ ട്രേഡിംഗ് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. മൊബൈലൊക്കെ ചെയ്യും. കാലിക്കറ്റ് ചെറുകുട്ടിയാണ് ഓഫീസ് വരുന്നത്. ചെറുകുട്ടി റോഡിലാണ് ഓഫീസ് വരുന്നത്. ഇത് കമ്പനി തന്നെയാണ്. ഞങ്ങൾ ഡെവലപ്പിംഗ് കമ്പനി തന്നെയാണ്. ഞങ്ങൾ ഓൾറെഡി ഇൻഡിവിജ്വൽ ടൂൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്.
സ്റ്റാറ്റിക് സെൽഗോ എന്നാണ് കമ്പനീൻ്റെ പേര്. VBS എന്ന് പറഞ്ഞൊരു കമ്പനി, 2 കമ്പനി ഉണ്ട്. 2 കാലിക്കറ്റ് തന്നെയാണ് ഹെഡ് ഓഫീസ് വരുന്നത്. ചെറുകുട്ടിയാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ചോദിക്കാനുണ്ടോ ഇല്ലയോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമോ? വൈൻഡപ്പ് ചെയ്തൂടെ കാര്യങ്ങൾ? നിങ്ങൾ എന്താക്കുക, നാളെ മുതൽ നിങ്ങളൊന്ന് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരു എൻട്രി വരുമ്പോൾ കാര്യങ്ങൾ നോക്കുക. എൻട്രി അത് നിങ്ങൾ അത് സിങ്കായിട്ട് വരും. നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്. ഞാൻ ഒരു കാര്യം അത്രയും കോൺഫിഡൻസിൽ പറയാം, നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ. ട്രേഡിങ് ഈസിയാവും. ഞാൻ അത്ര കോൺഫിഡൻസിൽ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി നമ്മളെ പാസ്സായിട്ടുള്ള സ്റ്റുഡൻറ്റ് ടൂൾ ഉപയോഗിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ നമ്പേഴ്സൊക്കെ ഞാൻ ധൈര്യമായിട്ട് തരാം. നിങ്ങൾക്ക് ഇവിടെ വിളിക്കുക, കണക്ട് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഞാൻ അത്ര കോൺഫിഡൻസിൽ ഞാൻ പറയും. പക്ഷെ ഇതായിട്ട് സിങ്ക് ചെയ്യാൻ നിങ്ങളൊന്ന് അതൊരു 1 വീക്കോ ഒരു ചില ആളെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് അത് ടൈം എടുക്കുന്നേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. 1-to-1 തരും, 1-to-1 തരും, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓഫ്ലൈൻ ആണെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓഫ്ലൈൻ ഞാൻ പറഞ്ഞാൽ ഓഫ്ലൈൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഒരു ദിവസം നിങ്ങൾ മോർണിംഗ് 10 മണിക്ക് ഓഫീസ് എത്തിയാൽ ഒരു 3 മണിയുടെ ഉള്ളിലായിട്ട് ഞാനത് പാക്ക് ചെയ്ത് തരും നിങ്ങൾക്ക്. പിന്നെ അടുത്തൊരു വീക്ക് വന്നാൽ മതി, ഒരു വീക്കിൽ ഒരു തവണ വന്നാൽ മതി. അതല്ലാത്തവർക്ക് ഓൺലൈൻ പാക്ക് ചെയ്ത് തരും. ഇതിന്റെ നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്ന ബോക്സ് ഉണ്ടല്ലോ, ആ 12 പോയിന്റ് ഉള്ള ബോക്സ്, അത് നമുക്ക് മൂവ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ലെഫ്റ്റ് സൈഡിലെ കഴിഞ്ഞു പോയ ചാർട്ടിലേക്ക്, മീൻസ് കുറച്ച് ലെഫ്റ്റിലേക്കായിട്ട്. നമ്മള് ലേബിൾ നോക്കുമ്പോ ചില പ്രൈസ് ലെവൽ കവർ ചെയ്യുന്നുണ്ട് നമ്മൾ സൂം ഒക്കെ ചെയ്യുമ്പോഴേ. അതിന്റെ പ്രശ്നം മൊബൈലിലായത് കൊണ്ടുള്ള പ്രശ്നം. മൊബൈലിൽ നമുക്ക് ഈ ഒരു ഓക്കെ മനസ്സിലായി. ഇതിന്റെ പ്രശ്നം നമുക്ക് മൊബൈലിലും കൂടി ഇത് ഉപയോഗിക്കേണ്ടത് കൊണ്ടാണ് ഇവിടെ കൊടുത്തത്. ഇത് ഇവിടുന്ന് മാറ്റി ഇവിടെ കൊടുത്തതിന് മൊബൈലിൽ കിട്ടൂല. മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ആക്കിയാൽ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് അവിടെ ഉപയോഗിക്കാൻ, നോർമൽ ഉള്ളവർക്ക് സെറ്റിംഗ്സിൽ പോയാൽ മതി. സെറ്റിംഗ്സിനകത്ത് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും ലെഫ്റ്റിലേക്ക്. അതന്നെ, ഇത് ഇതിലേക്ക് മാറ്റുന്ന സമയം ഇതിപ്പോ ഈ സെറ്റിംഗ്സ് മാറ്റാം. ഇത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവില്ല, മൊബൈലിൽ കാണൂല. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവിടെ തന്നെ ഇതാക്കിയത്. ഇപ്പൊ ഇത് നിങ്ങൾക്ക് സെറ്റിംഗ്സ് മാറ്റാം, ഓഫ് ചെയ്യാനും പറ്റും. പക്ഷെ ഈ പ്രീവിയസിലത്തെ കഴിഞ്ഞു പോയ എൻട്രീസ് ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരുന്നു. നമുക്ക് ചെക്ക് ചെയ്യാം, നമുക്ക് അപ്ഡേഷൻ ഒക്കെ കൊണ്ടുവരാം കാര്യങ്ങൾ. നമുക്ക് എല്ലാം എടുക്കുന്നത് എല്ലാ 3 മാസം കൊണ്ട് അപ്ഡേഷൻ വരും. 2 മാസത്തിനുള്ളിൽ എല്ലാ 2 മാസം കൊണ്ടും അപ്ഡേഷൻ തരും. അത് നിങ്ങൾ ഈ എല്ലാവരും നമ്മുടെ ടീം പറയുന്നതിന്റെ കാര്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് അപ്ഡേഷൻ തരുന്നത്. ഓക്കെ, നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടെന്നാല് നാളെ എന്നാൽ നമുക്ക് 8:30 ഷാർപ്പ് 8:30 തന്നെ കാണാം കേട്ടോ എല്ലാവരും. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ.